Good evening. Yes. പിന്നെ തുടങ്ങല്ലേ? Yes. യെസ് 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 വരട്ടെ, എല്ലാരും വരട്ടെ. Good evening. യെസ്, ഗുഡ് ഈവനിങ് ജുഹൈന. ആരൊക്കെയോ വരുന്നു. വരുന്നു. എന്താ ആരെ സംസാരിക്കില്ലല്ലേ? സ്ഥിരം ടീമുകളൊന്നും ഇല്ലേ? വീഡിയോ ഓണാക്കാനൊക്കെ ഒരു മടി. വരട്ടെ, എല്ലാരും വരട്ടെ. വീഡിയോ വരട്ടെ, കാണട്ടെ എല്ലാരെയും. യെസ്. എന്ത് ചേച്ചി ടെറസിന്റെ മേലെ? ചാടരുത്. എല്ലാത്തിനൊരു സൊല്യൂഷൻ ഉണ്ട്. വാറ്റിനൊരു സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ എന്താ ജുഹൈന സംസാരിച്ച് നമ്മള്? ഞാനൊക്കെ മറന്നുപോയി. നമ്മള് സെയിൽസ് പ്രസന്റേഷൻ. അതില് 2 തരം കസ്റ്റമേഴ്സ് ഉണ്ട്. ഇമോഷണൽ ആയിട്ടും ലോജിക്കൽ ആയിട്ടും തീരുമാനിക്കുന്ന. ഇത് ലോജിക്കൽ തന്നെ ഫാസ്റ്റ് ആയിട്ടും സ്ലോ ആയിട്ടും എടുക്കുന്നവരുണ്ട്. ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നവരെ കോമ്പറ്റേറ്റീവ് കസ്റ്റമർ എന്ന് പറയും. സ്ലോ ആയിട്ട് എടുക്കുന്നവരെ മെത്തേഡിക്കൽ കസ്റ്റമർ എന്ന് പറയും. പിന്നെ ഇമോഷണൽ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നവരെ സ്പോണ്ടേനിയസ് കസ്റ്റമർ എന്ന് പറയും. അതിൽ സ്ലോ ആയിട്ടുള്ളവരെ ഹ്യൂമാനിസ്റ്റിക് എന്ന് പറയും. പിന്നെ 3 തരത്തിലാണ് ഡിസിഷൻ എടുക്കുന്നത്. അതൊന്ന് ഇമ്മീഡിയറ്റ് ആണ്, പിന്നെ ലേറ്റർ, പിന്നെ നെവർ. പിന്നെ നമ്മളൊരു കസ്റ്റമർക്ക് 2 ഓപ്ഷനെ കൊടുക്കാൻ പാടുള്ളൂ. അത് എന്താ പറയാ, നമ്മൾ കൊറേ കാണുമ്പോ എന്നോട് പലരും പറയലുണ്ട്, ഇതിപ്പോ ഏതെടുക്കാം. അവർക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. ഇതിൽ ഏതെടുക്കുന്നത് നമ്മളോട് ചോദിക്കും, ഇതിൽ ഏതെടുക്കണ്ടേന്ന്. അപ്പൊ അങ്ങനെ 2 വെച്ച് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ നമ്മള് ചോദിച്ച സമയത്ത് എങ്ങനെയാണ് കണ്ണ് ശ്രദ്ധിച്ചിട്ട് അവര് വിഷ്വലൈസേഴ്സ് ആണോ, പിന്നെ ഓഡിറ്ററീസ് ആണോ, കിനസ്തെറ്റിക് ആണോ എന്നുള്ളത്
ഇങ്ങനെ മനസ്സിലാക്കാന്ന് പറഞ്ഞു. ഉം. പിന്നെ അവരെ ചോദ്യം പോയി വീഡിയോ പോയി അല്ല നെറ്റ് പോയി. ഇപ്പൊ നമ്മള് ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞു തന്ന റെഡിയാ. കിട്ടി വന്നു. അപ്പൊ അതിന് ഓരോ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കാനാണ് മെയിൻ. പണിയായിട്ട് ഞാനൊരു പ്രസന്റേഷനെ അവർക്ക് ഒരു പ്രോബ്ലം സൊല്യൂഷൻ, അവരുടെ പ്രോബ്ലത്തെ നമുക്ക് സൊല്യൂഷൻ കൊടുക്കുന്ന രീതിയിലാണ് അവരുടെ പ്രസന്റേഷൻ വരേണ്ടത് നമ്മുടെ. ഇന്നലെ പ്രസന്റേഷൻ ടെക്നിക്കുകൾ പറഞ്ഞു അല്ലേ? ഓഡിറ്ററി എന്നൊക്കെ പറയുന്നത് വലിയ പ്രശ്നമായിട്ട് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടല്ലോ ജുഹൈന. എന്താ ചെയ്യാ? വലിയൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. എന്താ പറഞ്ഞ കംപ്ലൈന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസകരമായ കംപ്ലൈന്റാ. ഭാര്യയെ കേൾക്കാം എന്നൊക്കെ കരുതിയിട്ട് കുറച്ചു നേരം ഭാര്യ സംസാരിക്കുന്നത് കേട്ടിട്ട് തൊട്ടടുത്ത് പോയി കിടന്നു. ഓക്കെ, ഭാര്യ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി, ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങിയപ്പോ ഈ കംപ്ലൈന്റ് പറഞ്ഞ ആളെ ഉറങ്ങിപ്പോയി തരേ അറിയണ്ടേ. ഉറങ്ങിപ്പോയി എന്നുള്ളതാണ് ഇപ്പൊ പ്രശ്നം. പിന്നെ അടുത്ത ഇടി തുടങ്ങി. ഇത്രയും കാലം കേട്ടില്ല എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ കേൾക്കാൻ പോയിട്ട് അവസാനം ഉറങ്ങിപ്പോയി എന്നുള്ള കംപ്ലൈന്റ്. എന്താ അതിന് സൊല്യൂഷൻ കൊടുക്കുക? രാത്രി കേൾക്കാതിരിക്കുക, രാവിലെ കേൾക്കാൻ പറയാം. അതുകൊണ്ടല്ല, എന്താണെന്നറിയോ, ഈ വിഷ്വലൈസേഴ്സ് ആയ ആണുങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് പൊതുവായിട്ടൊരു പ്രശ്നമുണ്ട്. അവരവരുടെ ജോലിയിലേക്കോ അല്ലെങ്കിൽ ബിസിനസ്സിലേക്കോ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് അവർ ഇറങ്ങുന്നത്. അത് ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടായിരിക്കാം, മാർക്കറ്റിംഗ് ഉണ്ടായിരിക്കാം, ബിസിനസ് സംബന്ധമായ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, എന്തെങ്കിലും കടങ്ങൾ, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളായിട്ടാണ് ഉണ്ടാവുക. അപ്പൊ അവരവരുടെ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെയുള്ള സോണില് ഭയങ്കര ഡിസ്റ്റർബഡും ഡിസ്ട്രാക്റ്റഡും ആയിരിക്കും. അവർ ഭയങ്കര ഡിസ്റ്റർബഡ് ആയിരിക്കും. അവർ ചിന്തിക്കാനും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുന്നത് വേറെ പല കാര്യങ്ങളെ കുറിച്ചിട്ടും ഒക്കെ ആയിരിക്കും. പക്ഷെ വൺസ് അവരുടെ അമ്മ, ഭാര്യ, മക്കള് ഇങ്ങനെ ഇവരുടെ അടുത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവരൊരു കംഫേർട്ട് സോണിലെത്തും ബേസിക്കലി. ഓക്കെ, അപ്പൊ ഈ കംഫേർട്ട് സോണിൽ എത്തുന്ന സമയത്ത് ഇവർക്ക് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് പെട്ടെന്ന് അവരുടെ എന്താ പറയാ കംഫേർട്ടിലേക്ക് അങ്ങ് മാറുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഉറങ്ങിപ്പോകും. അപ്പോൾ സംസാരിക്കുന്നത് കൊണ്ടല്ല ഉറങ്ങുന്നത്, അല്ലെങ്കിൽ സംസാരം കേൾക്കാതിരിക്കാനുള്ള സിറ്റുവേഷൻ അല്ല, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഉറങ്ങുന്നത് എന്നുള്ളതാണ് എനിക്ക് പ്രിയപ്പെട്ട സ്ത്രീ ജനങ്ങളോട് പറയാനുള്ളത്. കാരണം അവര് ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് ആ കംഫേർട്ട്നെസ്. അപ്പൊ ആ ഉറങ്ങുകയാണെങ്കിൽ അതിന് കാരണം അവർ ആക്ച്വലി നിങ്ങളുടെ അടുത്ത് വളരെ കംഫേർട്ടബിൾ ആണ് എന്നുള്ളത് കൊണ്ടാണ് അവർ ഉറങ്ങിപ്പോകുന്നത്. അതൊരിക്കലും ഒരു തെറ്റായിട്ട് കാണണ്ട. അവരവരുടെ ക്ഷീണവും അവരുടെ ഡിസ്ട്രാക്ഷൻസും അവരുടെ പ്രശ്നങ്ങളും അവരുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെയും മറന്നുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിപ്പോ ഒരു കുഞ്ഞാണെങ്കിലും കുഞ്ഞിന്റെ അമ്മയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉറങ്ങും. അതേപോലെ തന്നെയാണ് ഒരു ഭർത്താവ് ഭാര്യയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാലോ അമ്മയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാലോ എന്താ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് എനിക്കുള്ള സ്വഭാവമാണ്, ഒട്ടുമിക്ക ആണുങ്ങൾക്കുള്ള സ്വഭാവമാണ്. കഥകള് അവിടെ ഓരോ കാര്യങ്ങളും സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ കാര്യങ്ങളടക്കം എല്ലാം തുറന്നു പറയും. എല്ലാം അതുണ്ടായി ഇതുണ്ടായി എന്നിങ്ങനെ പറയും. പക്ഷെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര കംഫേർട്ട് പ്ലേസ് ആണ്. കംഫേർട്ട് പ്ലേസിൽ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ തോന്നുക, ഉറങ്ങിപ്പോവും. അതൊരു തെറ്റല്ല രാമൻകുട്ടിയെ, തെറ്റല്ല. ഓക്കെ, അപ്പോ സ്ത്രീകൾ മനസ്സിലാക്കുക, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ അവര് ഫീൽ ചെയ്യുന്നു കംഫേർട്ടാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ ഉറങ്ങിപ്പോകുന്നത്. പരമാവധി ഭർത്താവിനെ കുറ്റപ്പെടുത്താതിരിക്കുക. പാവങ്ങളാ. അല്ലേ മുനീറേ? അതെ കറക്റ്റാ. അതാണ്, കറക്റ്റാണ്. ഇരിക്കുന്ന ഒട്ടുമിക്ക ആണുങ്ങളുടെയും പ്രശ്നമാണ്, അതിൽ സംശയമൊന്നുമില്ല. തെറ്റ് പറയാനൊന്നും പറ്റില്ല നമുക്ക്. ഓക്കെ, അപ്പൊ എങ്ങനെ തുടങ്ങില്ലെന്നാ? ഓക്കെ, യെസ്,
വരട്ടെ, വീഡിയോ വരട്ടെ. എന്താണ് എല്ലാവരും ഇതൊക്കെ ഓഫാക്കിയിരിക്കുന്നത്? സംഭവം 11ാമത്തെ എപ്പിസോഡായി. ഇനിയും നിങ്ങളുടെ മടിയും ചൊടിയും മാറിയിട്ടില്ലെങ്കിൽ എന്താണിത്? വേഗം വരട്ടെ, കമോൺ. നിങ്ങൾ ഈ 11 ദിവസം വന്നിട്ട് നിങ്ങൾക്ക് ഇത് കാണണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നിരിക്കുന്നില്ലേ? അതെന്തുകൊണ്ടറിയോ? നിങ്ങളുടെ സ്വഭാവം സ്വഭാവം മാറി തുടങ്ങിയിരിക്കുന്നു എല്ലാവരുടെയും. അല്ല, സാറിന്റെ ക്ലാസ്സുകൾ പാർട്ണർ ഇതുവരെ സ്ഥിരമായിട്ട് വീഡിയോ കേൾക്കാം. വന്നിട്ടില്ലല്ലോ. എങ്ങനെ? സാറിന്റെ പാർട്ണർ ഇതുവരെ വീഡിയോയിൽ വന്നിട്ടില്ലല്ലോ. പാർട്ട്ണർ വീട്ടിലാണ്. പാർട്ട്ണർ വീഡിയോയിൽ വന്നിട്ടില്ലേ? വഴി വന്നിട്ടുണ്ടായിരുന്നല്ലോ. പാർട്ട്ണർക്ക് സുഖമില്ല, നാട്ടിൽ പോയതാ. ഓക്കെ പാർട്ട്ണറെ, താങ്കളെ കണ്ടില്ലെന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. പാർട്ട്ണർ പറയുന്നത് കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഞാൻ ഇതെന്നെ കേട്ടുകൊണ്ടിരിക്കണം. എനിക്ക് എത്രത്തോളം കേൾക്കാനാന്നാ ചോദിക്കണം. പിന്നെ എല്ലാ സമയവും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താന്ന് ചോദിക്കണം. യെസ്. അപ്പോ നമ്മൾ ഇന്നലെ പ്രസന്റേഷൻ ടെക്നിക്സുകൾ സംസാരിച്ചു. അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഒരു സെയിൽസ് എങ്ങനെ അമീൻ ഓക്കെ. അപ്പോ ബേസിക്കലി ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത എന്നുള്ളതല്ല, ഒരിക്കലും മാറ്റിവെക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് സെയിൽസ്. നിങ്ങൾ എത്ര നല്ല ടെക്നിക്കൽ പേഴ്സൺ ആയിക്കോട്ടെ, എത്ര നല്ല കഴിവുള്ള ആളായിക്കോട്ടെ, നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്ര നല്ല പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു സെൽ ഇറ്റ്, നിങ്ങൾക്കത് വിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് തന്നെ നല്ല പ്രൊഡക്റ്റുകൾ മാത്രമാണ് ഈ നാട്ടിൽ വിറ്റ് പോകുന്നത് എന്ന് വിചാരിക്കരുത്. നല്ല സെയിൽസ്മാന് മാത്രമേ, നല്ലൊരു ബിസിനസ് ചെയ്യാൻ, സെയിൽസ് ചെയ്യാൻ കെൽപ്പുള്ള ഒരു ബിസിനസ്സുകാരന് മാത്രമേ അവനവന്റെ പ്രോഡക്റ്റിനെ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പർ ആയിട്ടുള്ള കസ്റ്റമറിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. നിങ്ങൾ എന്തിൽ വേണേ കോംപ്രമൈസ് ചെയ്തോ, എന്തിൽ വേണേ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്തോളൂ. നിങ്ങളുടെ ടീമില്ല, ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, ഓക്കെ. നിങ്ങൾക്ക് ഇമോഷണൽ ആണ്, നിങ്ങൾ എന്തോ ആയിക്കോ, നോ പ്രോബ്ലം. അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും ഇഫ് യു ഹാവ് സെയിൽസ്. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇനഫ് സെയിൽസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ സെയിൽസ് മാറ്റി നിർത്തിയിട്ട് വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ബിസിനസ്സിൽ. അപ്പൊ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചോളം ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടം ബിസിനസ്സുകാരെയാണ്, അല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം. സ്റ്റാഫ് ട്രെയിനിങ്ങുകളൊക്കെ എനിക്ക് വരാറുണ്ട്, ഞാൻ എടുക്കാറുണ്ട്. പക്ഷെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം, ഒരു എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം ബിസിനസ്സുകാരെ ട്രെയിൻ ചെയ്യാനാണ്. കാരണം എന്താന്ന് വെച്ചോ, ഈ സ്റ്റാഫുകൾക്ക് ഒരു കുഴപ്പമുണ്ട്. അവര് സ്റ്റാഫ് ആവുന്നത്, എംപ്ലോയി ആവുന്നതിന് കാരണം അവരുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. എംപ്ലോയി മൈൻഡ് സെറ്റ് എന്ന് വിളിക്കാം. അവരെ സംബന്ധിച്ചോളം ശമ്പളത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ശമ്പളമാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. നിങ്ങൾ പലരും പല എംപ്ലോയീസ് ഒക്കെ ആയിട്ടിരുന്നിട്ടുണ്ടാവും. പക്ഷെ ഒരു ബിസിനസ്സുകാരന്, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രോപ്പറായിട്ട് സെയിൽസ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആ സെയിൽസ് ചെയ്യുന്ന ബിസിനസ്സുകാരനെ സംബന്ധിച്ചോളം വണ്ടർഫുൾ തിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. ഭയങ്കര സൂപ്പർ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ മാറ്റം വരുത്താൻ പറ്റും. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ പുരോഗമനപരമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പിന്നില് പണമുണ്ട്. ആ പണം ഉണ്ടാക്കിയത് ബിസിനസ്സുകാരായ ആളുകൾ മാത്രമാണ്. നാട്ടിൽ വ്യവസായം ഉണ്ടായത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ബിസിനസ്സുകൾ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നമ്മുടെ നാട് ഇപ്പോഴും പട്ടിണി അടക്കാതിരിക്കുന്നത്. കേരളത്തിനെ കുറിച്ച് നമ്മൾ ഭയങ്കര വലിയ വായിൽ നമ്മൾ സംസാരിക്കും. എന്താ, നല്ല പുരോഗമനപരമായ സ്ഥലമാണ്, വളരെ മോഡേൺ ചിന്താഗതികളാണ്, നമ്മള് ചില പഴയ ചിന്താഗതികളെ നഖശികാന്തം എതിർക്കുന്നവരാണ്, നമ്മുടെ പെർ ക്യാപിറ്റ കൂടുതലാണ്, ആളുകളൊക്കെ വളരെയധികം കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അതിനൊക്കെ കാരണം ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരനാണ്, ഒന്നല്ലെങ്കിൽ 1000 ബിസിനസ്സുകാരനാണ്. ആ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ്സുകാരൻ അവന്റെ എംപ്ലോയീസിന് കൊടുക്കുന്ന ശമ്പളം, ഇവിടുത്തെ ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സ്, ഇവിടുത്തെ ആളുകൾക്ക് കൊടുക്കുന്ന സുഖ സൗകര്യങ്ങൾ, അതുകൊണ്ടാണ് ആളുകൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റിയത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. MBA പഠിക്കുന്ന കാലത്ത് പ്രോപ്പർ എംപ്ലോയി മൈൻഡ് സെറ്റ് ഉള്ള ഒരാളായിരുന്നു ഞാൻ.
പ്രോപ്പർ എംപ്ലോയി മൈൻഡ് സെറ്റ്. ഒരു ജോലി കിട്ടണം, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ശമ്പളം കിട്ടണം, ജോലി ചെയ്യണം, ജീവിക്കണം, ഇത് മാത്രമായിരുന്നു മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇന്റർവ്യൂവിന് പോയി. എൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ, മേ ബി MBA കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഇന്റർവ്യൂ. അവിടെ പോയ സമയത്ത് അവര് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വെച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അവർ ചോദിച്ചത്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഓർ പോവർട്ടി എലിവേഷൻ. ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കാൻ പറഞ്ഞു. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഈ ടോപ്പിക്കിൽ നിങ്ങളൊന്ന് സംസാരിക്കണം. അതാണ് ഗ്രൂപ്പ് ഡിസ്കഷന്റെ ടോപ്പിക് ഉണ്ടായത്. ഞാൻ അന്ന് നഖശികാന്തം പോവർട്ടി എലിവേഷനെ കുറിച്ചിട്ട് കൂടുതൽ സംസാരിച്ചു. നമ്മുടെ നാടുകളിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സംസാരിച്ചു. കാരണം ഞാൻ നാട്ടിൻപുറത്തുനിന്ന് വരുന്ന ഒരാളാണ്, ഞാൻ ഒരുപാട് ദാരിദ്ര്യമായിട്ടുള്ള ആളുകളെ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. പക്ഷെ പിന്നീട് എനിക്ക് ഇച്ചിരി ബോധവും ബുദ്ധിയൊക്കെ വന്ന സമയത്ത് ഞാൻ ആലോചിച്ചപ്പോ എന്താ, ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് ചെറുകിട വലിയ ബിസിനസ്സുകൾ ഡെവലപ്പ് ആവണം, വ്യവസായം വരണം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആവണം. എന്നാലാണ് ഒരു സൈഡില് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നമുക്ക് പറ്റുള്ളൂ. കേന്ദ്ര ഗവൺമെന്റിനോ കേരള ഗവൺമെന്റിനോ സ്വന്തമായിട്ട് പണം ഉൽപ്പാദിപ്പിക്കാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല. അവര് ജീവിക്കുന്നത് അല്ലെങ്കിൽ അവർ സെറ്റ് ചെയ്യുന്നത് ടാക്സ് വെച്ചിട്ടാണ്, അല്ലേ? അത് കൊടുക്കുന്നത് ആരാ? ഇവിടെ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നത് ആരാ? 80% ഓഫ് ബിസിനസ് പീപ്പിൾ, 80% റവന്യൂ ഇസ് ഫ്രം ബിസിനസ് പീപ്പിൾ. അപ്പോ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആ ബിസിനസ്സുകാരൻ യഥാർത്ഥ ബിസിനസ്സുകാരനാവണമെങ്കിൽ യു മസ്റ്റ് ഹാവ് സെയിൽസ്. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള സെയിൽസ് ഉണ്ടായിരിക്കണം. ആ സെയിൽസിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. നിങ്ങളുടെ ആക്ടിവിറ്റികളിൽ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് സെയിൽസിന് വേണ്ടിയിട്ടായിരിക്കണം, സെയിൽസ് ആക്ഷൻസിന് വേണ്ടിയിട്ടായിരിക്കണം, അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം, അത് വെച്ച് ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യേണ്ടതായിരിക്കണം. ഇത് ഞാൻ എന്താണ് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യം ഞാൻ പറഞ്ഞതാണ് പലവട്ടം. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഇതൊന്ന് വീണ്ടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും ഇപ്പോഴും ബോധ്യം വന്നിട്ടില്ല. പലർക്കും അത് ബോധ്യം വന്നിട്ടില്ല. ആ ബോധ്യം വരാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. യു മസ്റ്റ് ഹാവ് ദാറ്റ് സെയിൽസ്. സെയിൽസ് ഉണ്ടായേ പറ്റും. അഭിരാഗിന്റെ അടുത്ത് എത്ര നല്ല കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉണ്ടായിട്ടും കാര്യമില്ല. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു സെൽ ഇറ്റ്, യു ഡോണ്ട് ഹാവ് മണി. ആയിഷയുടെ അടുത്ത് എത്ര നല്ല ടെക്നോളജിയും എത്ര നല്ല പുതിയ ഡിസൈൻസും അല്ലെങ്കിൽ എത്ര നല്ല ക്ലാസ് കൊടുക്കാൻ പ്രാപ്തമായിട്ടും കാര്യമില്ല. യു ഷുഡ് നോ ഹൗ ടു സെൽ. നിങ്ങൾക്ക് വിൽക്കാൻ അറിയണം. അത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും എനിക്കതാ പറയുന്നത്, വിൽക്കാൻ അറിയണം. ഒരു സ്ഥാപനം തുടങ്ങാനും ബിസിനസ് നടത്താനും വളരെ ഈസിയാ. വളരെ ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സർക്കാർ മുതൽ എല്ലാ ആളുകളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ബാങ്ക് ലോണ് തരും, എല്ലാം തരും. പക്ഷേ അവരൊന്നും നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കില്ല, എങ്ങനെ സെല്ല് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നില്ല. മേ ബി 1-2 ക്ലാസ്സുകൾ എക്സ്പേർട്സ് എന്ന് പറയുന്ന കുറച്ച് ആളുകൾ വന്ന് സംസാരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടത് വലിയ വലിയ എക്സ്പേർട്സ് എന്ന് പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ അല്ല. നിങ്ങൾ കേൾക്കേണ്ടത് പ്രാക്ടിക്കലായിട്ട് ബിസിനസ് നടത്തുന്ന, സെയിൽസ് നടത്തുന്ന ബിസിനസ്സുകാരായിട്ടുള്ള ആളുകളെയാണ്. അല്ലെങ്കിൽ അത് ഫോർമലായിട്ട് തിയററ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും പഠിപ്പിക്കുന്ന എന്നെ പോലുള്ള സെയിൽസ് ട്രെയിനേഴ്സിനെയാണ്. ഞാൻ പറഞ്ഞ എന്നെ മാത്രം കേൾക്കണമെന്ന് അങ്ങനെയൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ എല്ലാ ട്രെയിനേഴ്സിനെയും നിങ്ങൾ കേൾക്കണം. എങ്ങനെയൊക്കെ സെയിൽസിന്റെ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ, ഞാനിപ്പോൾ ഇവിടെ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. സെയിൽസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെയൊക്കെ അപ്പുറത്തെ കാര്യങ്ങൾ നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് പറഞ്ഞു തരുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് അവരെയും കേൾക്കണം. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കലും കേരളത്തിലെ നമ്പർ 1 സെയിൽസ് ട്രെയിനർ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ അറിയപ്പെടുന്ന കേരളത്തിലെ 10 പേരിൽ ഒരാളാവണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെയിൽസ് ട്രെയിനേഴ്സിനിടയിൽ നല്ല കടുത്ത മത്സരം വരും. എന്തിനാണെന്നറിയോ? അത് മറ്റവന്റെ കസ്റ്റമറെ വെട്ടാനല്ല, മറ്റവന്റെ കസ്റ്റമറെ മറ്റവനെ മോശമാക്കി പറയാനല്ല. ഞാൻ ഒരിക്കലും എന്റെ കോമ്പറ്റീഷൻ നിൽക്കുന്നു എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കോമ്പറ്റീഷൻ എന്ന് വിശ്വസിക്കുന്ന ആളാ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല, അവരെ താഴ്ത്തിക്കെട്ടാൻ ഞാൻ ശ്രമിക്കില്ല, അത് ഉറപ്പ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിൽസ് എന്ന് പറയുന്ന പരിപാടിയാണ് അവർ പഠിപ്പിക്കുന്നത്, കാശ് ഉണ്ടാക്കാനാ പഠിപ്പിക്കുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയാം. ഒന്ന് തീർത്തോട്ടെ എന്നിട്ട് പറഞ്ഞാൽ മതിയോ? അല്ലെങ്കിൽ ആ ഫ്ലോ അങ്ങ് പോകും. ഫ്ലോ പോയി. സെയിൽ അറിയണം എന്ന് പറയുമ്പോൾ അത് നമ്മളിൽ മാത്രം തീർന്നു പോവല്ലേ? ഇപ്പൊ ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച്, ഒരു ഷോപ്പിലെ സെയിൽസ്മാനെ സംബന്ധിച്ചിട്ട് അവനെ മാത്രമല്ല ഒരു സെയിൽ അറിഞ്ഞിരിക്കേണ്ടത്. ബിസിനസ് പരമായിട്ട്
സെയിൽ ചെയ്യിപ്പിക്കുന്നതിലല്ലേ നല്ലത്? സെയിൽ ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് സെയിൽസ് അറിയണ്ടേ? ഫാഷൻ ടെക്നോളജി അറിയാണ്ട് താങ്കൾക്ക് ഫാഷൻ ടെക്നോളജി പഠിപ്പിക്കാൻ പറ്റുമോ? നമുക്കറിയണ്ടേ? നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റും സെയിൽസാ. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നവൻ അവൻ സെയിൽസ് വരുന്നതും സെയിൽസിനെ കുറിച്ചും ബോധറാവണം. HR ഇരിക്കുന്ന ആള് സെയിൽസ് അറിയുന്ന ആളുകളെ എടുക്കണം. ഒരു ടെക്സ്റ്റൈൽസിലോ ഒരു ചെരുപ്പ് കടയിലോ ഒരു മൊബൈൽ ഷോപ്പിലോ സാധാരണ സൂപ്പർ മാർക്കറ്റിലോ അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി മുതൽ സെയിൽസ് പേഴ്സണാ. സെക്യൂരിറ്റി മുതൽ ബില്ലിംഗ് ചെയ്യുന്നവരെ ആൾക്കാര് സെയിൽസ് പേഴ്സണാ. ഇന്നിപ്പോ നിഷ എന്നോട് കുറച്ചു മുന്നേ പറഞ്ഞോളൂ, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടുന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് ബില്ലിങ്ങിന് വന്നപ്പോ അവിടെ ഇരിക്കുന്ന ആൾക്ക് എന്തോ ഒരു പ്രശ്നം. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അറിയില്ല. അവർക്ക് ബില്ല് അടിക്കാൻ പറ്റുന്നില്ല, അവര് ചെയ്യുന്നില്ല, ഒരു ചിരി പോലും മുഖത്തില്ല. നിഷയ്ക്ക് ദേഷ്യം വന്ന്. അതിനുശേഷം അവിടെ പലതരത്തിലുള്ള സർവീസ് ഇഷ്യൂസ് ഉണ്ടായി. കാരണം എന്താ അറിയോ, ഈച്ച് ആൻഡ് എവറി പേഴ്സൺ സെക്യൂരിറ്റി മുതല് നിങ്ങൾ ചെന്ന് കയറുമ്പോ സെക്യൂരിറ്റി ചിരിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മുനീർ കാറ് കൊണ്ട് ഒരു ഹോട്ടലിന്റെ മുന്നിൽ കാറ് കൊണ്ടുപോയി ഇടാൻ പോകുന്നു. ആ സമയത്ത് സെക്യൂരിറ്റി അവിടെ എവിടെയും കാണുന്നില്ല. കാർ ഇട്ടിട്ട് ഇറങ്ങി വണ്ടി ഓഫാക്കി ഇറങ്ങുന്ന സമയത്ത് സെക്യൂരിറ്റി വന്നിട്ട് അവിടെ ഇടാൻ പറ്റില്ല, ഇങ്ങോട്ട് മാറ്റണം എന്ന് പറയുമ്പോ മുനീറിന് കട്ട കലിപ്പായിരിക്കും. എന്നാൽ ചെന്ന് കയറുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ശരവണ ഭവൻ ഇതുപോലുള്ള ചില ആര്യാസ്, ചില സെക്യൂരിറ്റികളെ കണ്ടിട്ടുണ്ടോ? അവർ ട്രെയിൻഡ് ആണ്. അവര് നിങ്ങൾ വരുമ്പോ തന്നെ അവര് നിങ്ങളെ സ്വീകരിക്കും. വരൂ ഇങ്ങോട്ട് വണ്ടി ഇടൂ എന്ന് പറഞ്ഞ ആ കാറിന്റെ ഒപ്പം നിന്ന് ആ കാറിന്റെ ഡോറ് തുറന്നിട്ട് സെല്യൂട്ട് ചെയ്യും. നിങ്ങൾ ആ ഹോട്ടലിലേക്ക് കയറി പോകുന്നത് വളരെ സന്തോഷത്തിലാ. പിന്നെ അവിടെ ഒരു പ്രശ്നവും നിങ്ങൾ ഉണ്ടാക്കില്ല. മറിച്ച് നിങ്ങൾ ഈ ദേഷ്യം അവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും കാണിക്കും. ശരിയാണോ? എവരിവൺ ഈസ് സെയിൽസ്. അങ്ങനെ സെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് സെയിൽസുകാർ മാത്രം ചെയ്യേണ്ട പ്രവൃത്തി അല്ല. എല്ലാവരും സെയിൽസാ. ഓണർ മുതൽ ഒരു ചിരി, അതൊരു സെയിൽസാ. ബിക്കോസ് ഇറ്റ്സ് എൻ ഇമോഷൻ. സെയിൽസ് ഇസ് പ്യുവർലി ഇമോഷൻ. എന്നിട്ട് അവർ പറയും എന്താണെന്നറിയോ, നിങ്ങളുടെ അടുത്ത് നിന്ന് ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് പറയും, അവരുടെ ആ സെറ്റപ്പ് എന്താ അറിയോ, അവരുടെ ആ പ്രൊഡക്റ്റുകളുടെ റേഞ്ച് എന്താണെന്നറിയോ. അവർ ചിലപ്പോൾ നിങ്ങളെ കുറിച്ച് നല്ലത് പറയണമെന്നില്ല, പക്ഷെ നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നല്ലത് പറയും. നിങ്ങളുടെ ലോജിക്കലായിട്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ അതിനെ കുറിച്ച് അവർ വളരെ നല്ലതായിട്ട് പറയും. ബിക്കോസ് ദേ ആർ ഇമോഷണലി കണക്റ്റഡ് ടു യു. സെയിൽസ്, ഇതിന്റെ പ്രാധാന്യം ഇപ്പോഴും മനസ്സിലാവില്ല. പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ, ഞാൻ പറയട്ടെ മുനീറെ, 499 രൂപ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പഠിപ്പിച്ചു തരാം, നിങ്ങളുടെ ബിസിനസ്സിനെ ഡബിളാക്കി തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാശില്ല സാറേ എന്ന് പറയും. അന്ന് വൈകുന്നേരം മക്കൾക്ക് ഫുൾ കുഴിമന്തിയാ വാങ്ങിക്കൊണ്ടേ കൊടുക്കുക. ഫുൾ കുഴിമന്തിയാ വാങ്ങിക്കൊടുക്കുക. അതിന് കാശിന് ബുദ്ധിമുട്ടില്ല. ഇതാ നമ്മുടെ പ്രശ്നം. നമ്മൾ ഈ കുഴിമന്തി വാങ്ങുന്നതിന് ഞാൻ എതിരല്ല, എനിക്കും ഇഷ്ടമാണ് കുഴിമന്തി. പക്ഷേ നമ്മൾ അവിടെ എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നമ്മളിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് ബോധ്യം. ഫുഡിൽ മാത്രമല്ല, ഇവിടെയും വേണം കുറച്ചൊക്കെ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എവിടൊക്കെ അവസരം കിട്ടുകയാണെങ്കിൽ, ഒരു നല്ല പുസ്തകം വായിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ, ഒരു നല്ല വീഡിയോ കാണാൻ അവസരം കിട്ടുകയാണെങ്കിൽ, ഒരു നല്ല ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ, ഒരു കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആവാൻ അവസരം കിട്ടുകയാണെങ്കിൽ, ഈ ഫ്രീ അല്ലെങ്കിൽ ചെറിയ പൈസ അല്ല വലിയ പേയ്മെന്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാണ്ട് അതിന്റെ ഒപ്പം ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന എന്താ പറയാ മാറ്റങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, മാറണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇറങ്ങ്. അല്ലെങ്കിൽ നടക്കില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, കച്ചവടം മോശമാണെന്ന് പറയുന്ന കച്ചവടക്കാരാ, എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാറുള്ളൂ, നിങ്ങള് ചുറ്റുമുള്ള ആളുകളെ അല്ല കുറ്റം പറയേണ്ടത്. ഒരു മോശപ്പെട്ട പണിക്കാരൻ അവന്റെ ആയുധങ്ങളെ കുറ്റം പറയുന്നു എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ ഫീൽഡിനെ കുറിച്ച്, മാർക്കറ്റിനെ കുറിച്ച്, വന്ന കസ്റ്റമറെ കുറിച്ച്, അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും കുറിച്ചല്ല നിങ്ങൾ കുറ്റം പറയേണ്ടത്. നിങ്ങൾ നിങ്ങളിലേക്ക് നോക്ക്. നിങ്ങൾ ആദ്യം നിങ്ങളിലേക്ക് നോക്ക്, നിങ്ങൾ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. പലപ്പോഴും
നിങ്ങൾക്ക് പലപ്പോഴും അറിയില്ല, എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. മാർക്കറ്റ് ഡൗണാ. ഞാൻ എന്ന് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്ന് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ, അന്ന് മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാ എന്ത്, മാർക്കറ്റ് ഡൗണാ, മാർക്കറ്റ് ഡൗണാ, മാർക്കറ്റ് ഡൗണാ. ഇന്ന് ഈ മാർക്കറ്റ് കയറി വന്നിട്ടില്ല, എന്നാൽ ഇവിടുന്ന് കാശുണ്ടാക്കി പോകുന്നുണ്ട്. ദേ അദാനി വന്ന് പൈസ ഉണ്ടാക്കി പോയി, അംബാനി വന്ന് പൈസ ഉണ്ടാക്കി പോയി. വീഗാലാൻഡുകാർ ചെയ്യുന്നുണ്ടോ, വീഗാർഡുകാർ ചെയ്യുന്നുണ്ടോ, അവര് ചെയ്യുന്നുണ്ടോ. നെക്സ്റ്റ് ലുലുക്കാർക്ക് എന്താ കച്ചവടം, നമ്മൾ കച്ചവടം മോശമാണേ. നിങ്ങൾക്കും ഉണ്ടാക്കാം. നിങ്ങൾക്ക് സെയിൽസ് വേണം, അതിനുള്ള ആക്ഷൻസ് നിങ്ങൾ എടുക്കണം. അത് അറിയില്ലെങ്കിൽ പഠിക്കണമെന്നേ, അറിയില്ലെങ്കിൽ പഠിക്കണമെന്നേ. കമറുദ്ദീൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നോ, ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ മൊബൈൽ ടെക്നോളജിയിൽ പഠിച്ചുകൊണ്ടേയിരിക്കണം. കാരണം എല്ലാ ടെക്നോളജിയും മാറിക്കൊണ്ടിരിക്കുക. എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കണം. അതിന് ഗ്രൂപ്പ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അതേപോലെ ഈ മൊബൈൽ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, ഇത് വിൽക്കണ്ടേ. നിങ്ങൾ 10 മൊബൈൽ വെച്ചോണ്ട് ആള് വരുമെന്ന് വിചാരിക്കേണ്ട. അത് പഴയ കാലം. ഞാൻ പറഞ്ഞു, നാണുവേട്ടന്റെ കടയിലെ പച്ചക്കറി പോലെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് നാനോട്ടന്റെ കട അടച്ചു പോകേണ്ടി വന്നു. എന്താ കാരണം? നന്നായിട്ട് കച്ചവടം അറിയണ ഒരു സായി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് വന്നു. അവൻ നന്നായിട്ട് കച്ചവടം പിടിക്കാൻ തുടങ്ങി. നാണുവേട്ടൻ എന്താ പറയുകയോ, അവൻ അഹങ്കാര, കാശിന്റെ തളപ്പ, അവനെ ബ്ലാക്ക് മണിയാ, ബ്ലാക്ക് മണി. അവൻ ആരെ മറ്റേ ഗൾഫിൽ നിന്ന് ആരെ പറ്റിച്ചിട്ട് വന്നതാ, ഷെയ്ഖിനെ വരെ പറ്റിച്ചുണ്ടെന്നാ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ട്, മലപ്പുറത്ത് മലബാർ ഭാഗത്ത് പ്രത്യേകിച്ച്. ഷെയ്ഖിനെ പറ്റിക്കല പ്രധാനപ്പെട്ട പണി. എന്ത് ഇത്രയൊക്കെ ഷെയ്ഖുമാരുണ്ട് നിങ്ങളുടെ നാട്ടിൽ? കമറുദ്ദീനെ പറ്റിക്കപ്പെടാൻ, മലയാളികൾക്ക് പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുക്കാൻ. സിമ്പിൾ. നമ്മൾ കച്ചവടം പഠിക്കണം, ചെയ്യണം. ഇനി നിങ്ങൾക്ക് അറിയാമെന്ന് തന്നെ വെച്ചോ, അറിയാമെന്ന് തന്നെ വെച്ചോ, ഗ്ലാസ് ഫുള്ളായിട്ടിരിക്കുക വെച്ചോ, നേരെ കമിഴ്ത്തി വെക്കണം, കളയണം, വീണ്ടും പഠിച്ചു തുടങ്ങണം. ലേൺ, ഏൺ, റീലേൺ, ദെൻ അഗൈൻ ഏൺ. അത്രേ ഉള്ളൂ. 2020 ശേഷം ഇവിടെ മാർക്കറ്റിന്റെ സ്വഭാവം മാറിയിട്ടുണ്ടോ? കസ്റ്റമറുടെ സ്വഭാവം മാറിയിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. പഴയ പോലെ അല്ല കസ്റ്റമർ ഇപ്പൊ തീരുമാനങ്ങൾ എടുക്കുന്നത്, പഴയ കസ്റ്റമറുടെ സ്വഭാവം തീരുമാനിക്കുന്നത്. പണ്ടൊരു വീട്ടിലൊരു കല്യാണം നടക്കണമെങ്കിൽ ആ വീട്ടിലെ കാരണോ ഒരു അമ്മാമനോ ഒരു അച്ഛനോ തീരുമാനിച്ച കല്യാണത്തിന്റെ 8 സെറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുമായിരുന്നു. അവരാണ് തീരുമാനിക്കുക. ഇന്നോ, ഇന്ന് അച്ഛനും അമ്മയ്ക്കും മറ്റേ ക്യാമറയിൽ ഡാൻസ് കളിക്കുന്ന റോള് മാത്രമേ ഉള്ളൂ. ബാക്കി കല്യാണപ്പെണ്ണും കല്യാണച്ചക്കനും അവരുടെ കൂട്ടുകാരും കൂടെ തീരുമാനിക്കുന്നത്. പണ്ട് മറ്റേ ക്യാമറയെ വേണ്ടെന്ന് പറഞ്ഞ, വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ 4ഉം 5ഉം ക്യാമറ മുന്നിൽ തുള്ളിക്കൊണ്ടിരിക്കുക. മേക്കപ്പോ ഹജ്ജേ മോശം എന്ന് പറഞ്ഞ ആൾക്കാര് മേക്കപ്പിന് വേണ്ടിയിട്ട് 10ഉം 12ഉം 15,000 20,000 1 ലക്ഷം രൂപ വരെ. കഴിഞ്ഞ ദിവസം എന്റെ ഫാദർ എവിടെ ഒരു കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് പറഞ്ഞിട്ടു, കാവ്യാമാധവനെ പോലെ അത്രേ മേക്കപ്പ്, അതിന്റെ പേര് അതാ അത്രേ, രഞ്ജിമാരാ ചെയ്തത്രേ. 1.5 ലക്ഷം രൂപയായി മേക്കപ്പിനെ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കരഞ്ഞാ പോണ മേക്കപ്പ്, അതിന് വേണ്ടിയിട്ട് അവസാനം രാത്രി മറ്റേ മണ്ണെണ്ണ വരെ തേച്ച് ഉരച്ച് കളയേണ്ടി വരും. ആ സാധനത്തിന് വേണ്ടി 1.5 ലക്ഷം രൂപ. അതേ സമയം ഇവിടെ ഫാൻസി കടയിൽ ഇരുന്നിട്ട് കച്ചവടമില്ല, ആൾക്കാരും വരുന്നില്ല, കസ്റ്റമർ ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ആണോ? യു ഡോണ്ട് നോ സെയിൽസ്. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അറിയുമെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം മതി എന്ന് ഞാൻ പറയുമെന്ന് വിചാരിക്കണ്ട. അത് അന്തകാലം. അന്ന് വിൽക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ബിസിനസ്സുകാരനായിരിക്കണം സെയിൽസ്മാൻ. മേ ബി യു ക്യാൻ ബി എ പേഴ്സണൽ ബ്രാൻഡ്. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ബ്രാൻഡ് ആവാം. നിങ്ങൾക്ക് സെയിൽസ് പഠിക്കാം, പഠിപ്പിക്കാം. എന്താ പ്രശ്നം? ഏതൊരു ബിസിനസ്സുകാരനും ഒരു ബിസിനസ് ട്രെയിനർ ആവണം. ഏതൊരു ബിസിനസ്സുകാരനും. കമറുദ്ദീന്റെ ഓഫീസിൽ ഷോപ്പിൽ ഒരു പുതിയ സെയിൽസ്മാൻ വന്ന് ജോയിൻ ചെയ്താൽ ആദ്യം ചെയ്യേണ്ട കാര്യം, ആദ്യത്തെ 2 ദിവസം അവിടെ നടക്കുന്ന കാര്യങ്ങളും അതെങ്ങനെ വിൽക്കണമെന്നും പറഞ്ഞു കൊടുക്കണം. എന്നിട്ടേ ഉള്ളിക്ക് കയറാൻ പാടുള്ളൂ. അവിടെ നിന്നിട്ട് പഠിക്കട്ടെ അവൻ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നം, അവൻ നിന്ന് പഠിക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, ന്യൂട്ടന്റെ ചലന നിയമവും കോസ് തീറ്റ സൈൻ തീറ്റയും നമ്മുടെ നാട്ടിൽ പഠിച്ചിട്ടുള്ളൂ. സെയിൽസ് എന്ന് പറയുന്ന സാധനം 1ാം ക്ലാസ് അല്ലെങ്കിൽ LKG മുതൽ PG വരെയുള്ള ഒന്നിനും പഠിപ്പിക്കുന്നില്ല. ഇവിടെ MBA വരെ പഠിപ്പിക്കുന്നില്ല. അറിയോ നിങ്ങൾക്ക്? പ്രോപ്പർ സെയിൽസ് എന്ന് പറയുന്നത് അവിടെ ചില ടോപ്പിക്കുകൾ ഉണ്ട്. സെയിൽസ് കമ്മ്യൂണിക്കേഷൻ, മറ്റേ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉള്ളൂ. പക്ഷെ അവിടെ ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ MBA കഴിഞ്ഞ ആളാ, പഠിച്ചിട്ടില്ല. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
ഇങ്ങനത്തെ ക്ലാസ്സുകളെ വളരെ സീരിയസ് ആയിട്ട് കാണുക. എന്താ പറയാൻ കാരണം അറിയോ മുനീർ ഭായ്, 120 130 പേരെ ഈ സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സമയമില്ല, മറന്നുപോയി, പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് മെസ്സേജ് അയക്കും, സാർ എനിക്ക് ആ റെക്കോർഡ് ഒന്ന് എനിക്ക് അയച്ചു തരുമോ? നിങ്ങൾ അവിടെ റെക്കോർഡ് നോക്കിയിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്ക് ഇവിടെ ഇരുന്ന് അറിയാം. എത്ര പേര് റെക്കോർഡ് നോക്കിയിട്ടുണ്ട്, എത്ര മിനിറ്റ് നോക്കിയിട്ടുണ്ട്, എനിക്ക് ഇവിടെ ഇരുന്ന് അറിയാം. നിങ്ങൾ ഏത് സമയത്ത് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇറങ്ങി പോയിട്ടുണ്ട്, ഇടയ്ക്ക് കയറി വന്നിട്ടുണ്ടോ, എൻ്റെ അടുത്ത് ഫുള്ള് റിപ്പോർട്ട് ഉണ്ട്. സൂം എനിക്കതെല്ലാം തരും. ഞാനിതൊക്കെ ഇരുന്ന് പഠിക്കുന്ന ആളാ, അനാലിസിസ് നടത്തുന്ന ആളാ. മുനീർ എന്ത് ആദ്യം ആരാ വന്ന്, മുനീർ എത്ര മണിക്കാ വന്ന്? ഇന്ന് അനീഷ് മാധവൻ വന്നത് ലേറ്റ് ആയിട്ടാണ്. സാധാരണ ആദ്യം ജോയിൻ ചെയ്യുന്ന ആൾ അനീഷ് മാധവനാ. ഇന്നലെ ഫസ്റ്റ് വന്നത് അനീഷ് കെ എന്ന് പറയുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ അടുത്ത് ഇവിടെ ഫുൾ ഡീറ്റെയിൽ കിടക്കുകയാണ്. ദാറ്റ്സ് കോൾ ബിസിനസ്. ഇതെന്റെ ബിസിനസ്സാ. എനിക്ക് എൻ്റെ അനാലിസിസ് അറിയണം, ആളുകളെ അറിയണം, കസ്റ്റമറെ അറിയണം, എത്രത്തോളം താല്പര്യമുണ്ടെന്ന് അറിയണം. ഫുൾ ടൈം ക്ലാസ്സിലിരുന്നവർ ഇന്നലെ രാത്രി 11:10:50 വരെയും ക്ലാസ്സിലിരുന്ന ആളാരാന്ന് എനിക്കറിയാം. ഞാനത് ശ്രദ്ധിക്കും, കാരണം ദേ ആർ ഇൻട്രസ്റ്റഡ്. വാട്സപ്പ് സിആർഎമ്മിനെ പറ്റി എന്താ അഭിപ്രായം? വാട്സപ്പ് സിആർഎം ഈ മോണിറ്ററിംഗിന്റെ ഒരു സിആർഎം അല്ല ശരിക്കും വാട്സപ്പ് സിആർഎം പറയണേ. വാട്സപ്പ് CRM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അതിനെ ബോട്ട് വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നതാണ് വാട്സപ്പ് CRM. അതിൽ ബൾക്കായിട്ട് മെസ്സേജ് അയക്കാൻ പറ്റും. നിങ്ങൾക്ക് വെരിഫൈഡ് ആയിട്ടുള്ളത് കിട്ടും. വാട്ടി പോലുള്ളതൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. സെറ്റ് ചെയ്തിടാൻ പറ്റുമോ? ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് CRM ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും. അത് വേണം, നിർബന്ധമായിട്ടും വേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഒരു അടുത്ത ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, മാസം ഒരു 20 ലക്ഷം രൂപ 10 ലക്ഷം രൂപയുടെ കച്ചവടം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും. നമുക്ക് 1 ലക്ഷത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ചെയ്തിട്ട് കാര്യമില്ല എന്നാണോ? അതോ അല്ല, കാര്യമില്ലെന്നല്ല, നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് വളരെ ഇമ്പോർട്ടന്റ്. കുറെ കസ്റ്റമേഴ്സ് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് വാട്സപ്പ് കമ്മ്യൂണിക്കേഷൻ നല്ലതാണ്. ഇപ്പൊ തന്നെ ചെയ്തിട്ട് പ്രശ്നമല്ല, ഒരു പ്രശ്നമില്ല. വാട്ടിക്ക് മന്ത്ലി പേയ്മെന്റ് ഉണ്ടാവും, അതാ പ്രശ്നം. ഉണ്ടാവും. കായ് കിട്ടണതിന് കുഴപ്പമില്ല. ഉണ്ടാ അതല്ലേ ഒരുപാട് 10,000 കിട്ടണ 20,000 ആവാൻ കുഴപ്പമുണ്ടാ? അല്ല, അതിനെ പറ്റി ഒന്നും അറിയണമെന്നല്ലേ ഉള്ളൂ. അത് എത്ര ഉണ്ട് എന്നുള്ളത് നോക്കണം എന്നല്ലേ ഉള്ളൂ. പേയ്മെന്റ് ഇപ്പൊ നമുക്ക് കിട്ടണമെങ്കിൽ കൊടുക്കണ്ടെങ്കിൽ എന്താ പ്രശ്നം? അല്ല പിന്നെ ഇത് ഇൻവെസ്റ്റ്മെന്റ് ആണേ. അങ്ങട് എത്ര ഡബിൾ ആയിട്ടാ കിട്ടണത്. ഞാനൊരു കാര്യം പെട്ടെങ്കിൽ ബിസിനസ്, യഥാർത്ഥത്തിൽ ബിസിനസ് നോക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും ഇവിടെ ഇരുന്നോട്ടെ, അവൻ പ്രോപ്പർ ആയിട്ടാണെങ്കിൽ 10 രൂപ 100 രൂപ തിരിച്ചു വരും. അത് 10,000 ആക്കുന്നവനുണ്ട്, 10,000 ആക്കുന്നവനുണ്ട്. 10 രൂപ ഇട്ടാൽ 100 രൂപ തിരിച്ചു വരും. അത് പറ്റൂലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ബിസിനസ് ഇവിടെ പൂട്ടിക്കെട്ടിക്കളി, നിർത്തിക്കളി. സീരിയസ്ലി. അല്ലെങ്കിൽ അറിയണ ആളെ വെക്കും. നമ്മൾ ഈ കാശ്, നമ്മളെല്ലാ പരിപാടിയും മറ്റേ ഫ്രീ ആയിട്ടുള്ള AI ടൂൾസ്, ഫ്രീ ആയിട്ടുള്ള മറ്റേ വാട്സപ്പിന്റെ മറ്റേ എന്താ പറയുക ചെറിയ എമൗണ്ട് ഉള്ളത് അല്ലെന്നേ. ഞാൻ പറയുന്നത് 3,000 രൂപയുള്ളൂ. 3,000 രൂപ 6 കുഴിമന്തി. ആഴ്ചയിൽ ഒരു കുഴിമന്തി കഴിക്കണ കാശുള്ളൂ നിങ്ങൾക്ക് ഒരു മാസത്തിൽ വാട്ടിയെടുക്കാൻ. ഒരു മാസത്തിന് 3,000 ആണ് പോണേ. 3,000 ഇന്ത്യയിൽ. എനിക്ക് അവിടുത്തെ റേറ്റ് അറിയില്ല. ഇവിടെ ഇന്ത്യയിലെ റേറ്റ് 3,000 3,200 അങ്ങനെ എന്താണ്. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണുള്ളൂ, പക്ഷെ എനിക്ക് ക്ലിയർ ആയിട്ടില്ല അതിനെപ്പറ്റി എന്താണെന്നുള്ളത്. അത് അറിയുന്നവരോട് സംസാരിക്കുന്നത് എന്നും കുഴപ്പമൊന്നുമില്ല. വാട്സപ്പ് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. പൊതുവെ നമ്മൾ ഈ മെസ്സേജ് കൊടുക്കാൻ വൈകി കഴിഞ്ഞാൽ പോവും, കസ്റ്റമർ പോവും. എൻഗേജ്മെന്റ് റേറ്റ് നോക്കിയിട്ട് ചെയ്താൽ നമ്മൾ ആദ്യമേ ചെയ്തിട്ട് കാര്യമില്ല. വാട്സപ്പിൽ കസ്റ്റമർ ഉണ്ടെങ്കിൽ ചെയ്യാം. അതാ ഞാൻ പറഞ്ഞു, നമ്പർ ഓഫ് കസ്റ്റമർ ഈസ് ഇമ്പോർട്ടന്റ്. കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന ഒരേ കസ്റ്റമറേ ഉള്ളൂ എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കസ്റ്റമർ നമ്പർ ഓഫ് കസ്റ്റമർ വേണം. അത് വേണം. അത് മഹമ്മദിനൊക്കെ ഉണ്ടാവും ഒരു ദിവസം എങ്ങനെ പോലെ ഒരു 100-150 ആള് വരില്ലേ? ഇല്ല ഇപ്പൊ ആയിട്ടില്ല. നമുക്ക് ആക്കാം ഇൻഷാ അല്ലാഹ്. ഇൻസ്റ്റയിലൊക്കെ നമ്മൾ കൂടുതലും പ്രൊമോഷൻ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിനകത്ത് കൂടെ നമ്പർ കൊടുക്കുമ്പോഴേ അതിനകത്ത് ഫോട്ടോ ഒരു മാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെന്നേ, വാട്സപ്പിൽ ഏറ്റവും വലിയ പ്രശ്നം അത് ബ്ലോക്ക് ആവല. നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രോബ്ലംസ് ഇല്ല. നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് വളരെ നല്ലതാണ് കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യാൻ. ഞാൻ ഏറ്റവും വലിയ സിമ്പിൾ ആയിട്ട് കാര്യം ഇന്നലെ പറഞ്ഞ കാര്യം, ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ, ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ ചെയ്യാൻ മടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിലേ വരുന്നുണ്ടെങ്കിൽ അത് വാട്സപ്പ് അവർ ചെയ്തോളും, ബോട്ട് ചെയ്തോളും.
അത് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി, അവർ ചെയ്തോളും. പിന്നെ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്താൽ മതി. അതിന് ഏതെങ്കിലും വലിയ CRM ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ഹാൻഡിൽ ചെയ്തോളും. പിന്നെന്താ പ്രശ്നം? എന്താ? നമ്മൾ ചെയ്യാൻ ഡിലേ വരുന്ന കസ്റ്റമർ മിസ്സാവും. ഉറപ്പായിട്ടും മിസ്സാവും, 100%. ഉറപ്പായിട്ടും. എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ അതല്ലേ. ഞാൻ അതുകൊണ്ട് ഫുൾ ടൈം ഫോണിലുണ്ടായിരിക്കും. ഞാൻ എപ്പോൾ നോക്കിയാലും എൻ്റെ വാട്സപ്പിൽ എൻ്റെ വാട്സപ്പ് ബിസിനസിന്റെ എൻക്വയറി, ഞാൻ എപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് മെസ്സേജുകൾ ഞാൻ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് എൻക്വയറി വന്ന് എനിക്കറിയാം. പരിചയമില്ലാത്ത നമ്പർ കണ്ടാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും. ഒരു മടിയില്ല എനിക്ക്. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ആവാമെന്ന് ഞാൻ വിചാരിക്കില്ല. അപ്പം തന്നെ എടുത്തിട്ട് ഗ്യാപ്പിൽ എടുത്തിട്ട് ഫോണിൽ ഞാൻ മെസ്സേജ് ആക്കി. ഞാനൊക്കെ ഓരോ ബാറൊക്കെ ഇട്ടിട്ട് ഞാൻ വെച്ചിരിക്കുക. ക്വിക്ക് റിപ്ലൈസ് ആണ് എൻ്റെ. എന്താ കുഴപ്പം? റീപ്ലൈ അല്ലേ? ആ, ക്വിക്ക് റീപ്ലൈ. അല്ലേ? Yes. ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ മുന്നിൽ ഒരു കസ്റ്റമർ വരുന്നത് ഒരു പെയിൻ ആയിട്ടാണ്. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വേദന പറയാനിരിക്കരുത്. അവന്റെ വേദനയ്ക്ക് സൊല്യൂഷൻ കൊടുക്കണം. നിങ്ങൾ വേദനിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യാലോചിച്ചൊക്കെ, ഒരു ഡോക്ടറെ അടുത്ത് നിങ്ങൾ എന്താ പറയാ മൂലക്കുരുവിന് ചികിത്സിക്കാൻ പോവാന്ന് വെച്ചോ, അയാൾ അതുകൊണ്ട് കഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ എനിക്കത് ചെയ്യാൻ പറ്റും? അങ്ങനെ ചിന്തിച്ചാൽ മതി. അത് ഏത് അസുഖമായിക്കോട്ടെ. ഞാൻ കുറച്ചുകൂടി കോമഡി ആക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു മാത്രം. സീരിയസ്ലി ആലോചിച്ച് നോക്കിയേക്ക്. നിങ്ങളിപ്പോ ചോദിക്കണ ചോദ്യം സെയിൽസിൽ നിങ്ങൾക്ക് ഭയങ്കര വലിയ പ്രശ്നം കൊണ്ട് വന്നിരിക്കുകയാണ് എൻ്റെ അടുത്ത്. എനിക്കത് ഞാനേ അതിന്റെ ബുദ്ധിമുട്ടായിരിക്കണ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാം? പറയും. ഇത്ര ചിന്തിച്ചാൽ മതി. അപ്പോ ഡെഫിനറ്റ്ലി നിങ്ങൾ വെരി സിമ്പിൾ, നിങ്ങൾ പെയിന് സൊല്യൂഷൻ കൊടുക്കുക. ഈ പ്രസന്റേഷൻ ടെക്നിക്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആന്റിസിപ്പേഷൻ ഓഫ് ഒബ്ജക്ഷൻ എന്നുള്ളത്. ആന്റിസിപ്പേഷൻ ഓഫ് ഒബ്ജക്ഷൻ, അതായത് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കസ്റ്റമറോട് കാര്യങ്ങൾ പറയുമ്പോൾ കസ്റ്റമർ അവിടെ ഇരുന്നിട്ട് ഓ ശരി, ഓക്കെ, സെറ്റ്, മനസ്സിലായി, എനിക്കത് മനസ്സിലായി, ഓക്കെ, നമ്മളിങ്ങനെ പറയുമ്പോൾ അവർ വിചാരിക്കും നമ്മൾ ഇയാള് ഓക്കെയാണ്, സെറ്റാണ്. അത് കഴിഞ്ഞിട്ട് പറയും, എന്നാ സാറേ നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങല്ലേ, ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാൻ നാളെ വരാം. പാർട്ട്ണറോട് സംസാരിക്കട്ടെ. പാർട്ട്ണർ ഉണ്ട്, അല്ലെങ്കിൽ വീട്ടിലെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാന്ന് പറയും. നമ്മൾ വിചാരിക്കും നാളെ വരും, ഇയാള് നാളെ വരും, എഴുതും ഹോട്ട് കേസ്. അവൻ അവിടെ തണുത്താറിയിരിപ്പുണ്ടാവും, വന്നിട്ടുണ്ടാവില്ല. ഒരു കാര്യം മനസ്സിലായിക്കോളൂ, അവൻ അങ്ങനെ ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്, ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാൻ നാളെ വരാം, എൻ്റെ സുഹൃത്തിനോടൊന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ എൻ്റെ രക്ഷിതാക്കളോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചോളൂ, നിങ്ങൾ അത്രയും നേരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനെ അയാള് കട്ട് ചെയ്യാണ്. അയാൾക്ക് ആ സംഭാഷണം നിർത്തിയിട്ട് വേറെ പരിപാടിക്ക് പോകണം, അയാളുടെ തലയിൽ വേറെന്തോ കുടുങ്ങിയിട്ടുണ്ട്, കേറിയിട്ടുണ്ട്. അല്ലെങ്കിൽ അയാൾക്ക് ഈ പ്രൊഡക്റ്റ് അത്ര വലിയ താല്പര്യമില്ല, കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഡൗട്ട്സ് ഉണ്ട്. അതുകൊണ്ട് അവൻ പറയും ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്, ഞാനൊന്ന് ആലോചിക്കട്ടെ, നോക്കിയിട്ട് വരാന്ന്. ആ പോയ ആള് പിന്നെ ജീവിതത്തിൽ തിരിച്ചു വരൂല, വിളിച്ച ഫോൺ എടുക്കൂല. ചിലപ്പോ ഫോൺ എടുക്കും, ഞാൻ തിരിച്ചു വിളിക്കാം, ഞാൻ ഇച്ചിരി തിരക്കിലാണ്, തിരിച്ചു വിളിക്കാന്ന് പറയും. പിന്നെ അവൻ വിളിച്ചെടുക്കൂല, അവൻ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടാവും നമ്മളെ. ശരിയാണോ? കസ്റ്റമർ നിങ്ങളെ തേച്ചതാ. ഇപ്പോഴത്തെ പുതിയ ഭാഷയാണല്ലോ തേച്ചതാ. എന്താ തേച്ചത്? കസ്റ്റമർ ആക്ച്വലി നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങളുടെ സെയിൽസ് പ്രസന്റേഷനെ കട്ട് ചെയ്തതാ. അപ്പോ ആ കട്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാനാ. അവന് എന്തോ ഡൗട്ട് ഉണ്ട്, അവൻ എന്തോ കാര്യമായിട്ട് കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് അവൻ നൈസായിട്ട് നിങ്ങളോട് പിന്നെ വരാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ കസ്റ്റമറോട് ശരി സാർ, എന്നാ നോക്കിയിട്ട് വരൂ സാർ, എപ്പോഴാ വരിക സാർ, ഞാൻ എപ്പോഴാ വിളിക്കേണ്ടത് സാർ എന്നല്ല ചോദിക്കേണ്ടത്. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ സാധാരണ ഇങ്ങനെ ആലോചിക്കട്ടെ, നോക്കട്ടെ എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് യൂഷ്വലി എന്തൊക്കെയോ സംശയങ്ങൾ ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഞാൻ ചോദിച്ചോട്ടെ, സാർക്ക് ഈ പ്രോഡക്റ്റിലാണോ സംശയമുള്ളത്, അതോ ഞങ്ങൾ ചെയ്യുന്ന സർവീസിലോ അങ്ങനെ എന്തിലാണോ സംശയമുള്ളത്? എന്താ സാർ സംശയമുള്ളത് സാർക്ക്? ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഇത് അവൻ പ്രതീക്ഷിക്കാത്ത സാധനമാണ്. അവന്റെ കയ്യിൽ, അവന്റെ ഉള്ളിലുള്ള ഡൗട്ട് അപ്പൊ അവൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതെ, എനിക്ക് ഇത്രയും സമയം എനിക്ക് ആലോചിക്കാനില്ല. അവൻ എന്തിനാ ഈ ഒബ്ജക്ഷൻ കൊണ്ടുവരണമെന്ന് അറിയോ? എന്തിനാ ഈ ഒബ്ജക്ഷൻ കൊണ്ടുവരണത്?
നമ്മൾ ആദ്യം പറഞ്ഞു empty net എന്ന് പറയുന്ന ഒരു സാധനത്തിനെ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? നോ മണി, നോ ടൈം, നോ അർജൻസി, നോ നീഡ്, നോ ട്രസ്റ്റ്. ഇല്ലേ? ഈ empty net എന്ന് പറയുന്ന സംഭവമാണ് 5 ഒബ്ജക്ഷൻ അവനുള്ളത്. അവൻ ഇതിലത്തെ ഏതോ ഒന്ന് കുടുങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ പ്രൈസ് ആവാം, പ്രൈസ് നമ്മുടെ കൂടുതലാന്നായിരിക്കാം. ചിലപ്പോൾ അവനത് ആവശ്യമില്ല എന്നായിരിക്കാം. ചിലപ്പോൾ അവന് ഇപ്പൊ സമയമില്ല എന്നായിരിക്കാം, ഇപ്പൊ തിരക്കില്ല എന്നായിരിക്കാം, അല്ലെങ്കിൽ അവന് നിങ്ങളിൽ വിശ്വാസമില്ല എന്നായിരിക്കാം. ഇതൊരു ഡൗട്ടാണ്. അതിന് കാരണം നിങ്ങളുടെ പ്രസന്റേഷനാണ് അതിന് കാരണം. ആ പ്രസന്റേഷനിൽ നിങ്ങൾ ലോജിക്കലായിട്ട് അവനെ ചിന്തിക്കാൻ സമയം കൊടുത്ത്, അവൻ ഇമോഷണലാ, അവൻ ഡീറ്റെയിൽ എടുക്കുന്നത് ഇമോഷണൽ ആയിട്ടാ, അവന് ലോജിക്കലായിട്ട് ചിന്തിക്കാൻ സമയം കൊടുത്തു നിങ്ങൾ. കാരണം എന്താ? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവൻ ഇമോഷണലായിട്ട് ഉത്തരം പറയും, അപ്പൊ അവൻ ഒരുപാട് ചിന്തിക്കില്ല. നമ്മളിവിടെ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ തല വേറെ എവിടെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൺഫ്യൂഷനാ, മൊത്തം കൺഫ്യൂഷനാ, ഡൗട്ട്സാ. ആ ഡൗട്ട്സിനെ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ ഒരൊറ്റ വഴിയുള്ളൂ. അവനോട് തുറന്ന് ചോദിക്കുക, നിങ്ങൾക്ക് പ്രൊഡക്റ്റിലാണോ സർവീസിലാണോ സംശയം? എന്താണ് സാറിന്റെ സംശയം? അപ്പൊ അവൻ പറയും, അതെ, ഈ പ്രൊഡക്റ്റിന്റെ ക്യാമറ എനിക്ക് കുറച്ചുകൂടി വേണം, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിന്റെ, ഞാൻ കമറുദ്ദീന്റെ ഉദ്ദേശം പറഞ്ഞത് മൊബൈലിന്റെ ക്യാമറ എനിക്ക് കുറച്ചും കൂടി MP വേണം, അല്ല ആക്ച്വലി എനിക്ക് ഇതല്ല, എനിക്ക് 128 അല്ല, എനിക്ക് 256 ആണ് വേണ്ടത്, അല്ല എനിക്ക് സാംസങ് അല്ല ഞാൻ നോക്കുന്നത്, ഞാൻ ഐഫോണും കൂടി നോക്കാം, ഒന്ന് കമ്പയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനുള്ള അവസരം കിട്ടുകയാണ്. ആ ടോക്ക് അവിടെ അവസാനിക്കുന്നില്ല, നിങ്ങൾക്ക് കൂടുതൽ പ്രസന്റ് ചെയ്യാൻ അവസരം കിട്ടുകയാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചോദിക്കാം, ഉത്തരം കിട്ടും. അല്ല നിങ്ങളുടെ സർവീസിനെ കുറിച്ചാണെങ്കിൽ, സാർ എന്താണ് സാർ, വാറന്റിയെ കുറിച്ചാണോ, എന്താ സാർ പ്രശ്നം? അപ്പൊ അവർ പറയും ഇതാണ്. ഇതൊന്നും അല്ലെങ്കിൽ അവൻ പറയും, നിങ്ങളുടെ പ്രൈസ് ആണ് പ്രശ്നം. എന്താ പ്രശ്നം? പ്രൈസ് ആണ്, നിങ്ങളുടെ പ്രൈസ് കൂടുതലാണ്. നിങ്ങളുടെ പ്രൈസ് കൂടുതലാന്ന് പറയുന്നത് അടുത്ത ഒബ്ജക്ഷനാ. അവൻ വീണ്ടും നിങ്ങളെ കുഴപ്പത്തിലാക്കാനാണ്. പ്രൈസ് ഒബ്ജക്ഷൻ ആണ്, പ്രൈസ് ആണ് കൂടുതൽ, ഇറ്റ്സ് ടു മച്ച്, പ്രൈസ് ഈസ് ടു മച്ച്. എന്ത് ചെയ്യും? അവിടെ മെത്തേഡ് ഉണ്ട്. ഈ ഒബ്ജക്ഷൻസിനെ മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്ന റെഡിമെയ്ഡ് മെത്തേഡ് ഉണ്ട് കേട്ടോ. ഏത് ബിസിനസ്സിലും നിങ്ങൾക്ക് ഈ റെഡിമെയ്ഡ് മെത്തേഡിനെ ഇമോഷണലി ഒന്ന് മാറ്റിയിട്ട് സംസാരിക്കാം. അത് മുനീറിന്റെ കോൾഡ് സ്റ്റോറേജിലാണെങ്കിലും വേണ്ടില്ല, കമറുദ്ദീന്റെ മൊബൈൽ ഷോപ്പിലാണെങ്കിലും വേണ്ടില്ല, ആഷ്ലി അശോകന്റെ സ്പോക്കൺ ഇംഗ്ലീഷിലാണെങ്കിലും വേണ്ടില്ല, ആയിഷയുടെ ഫാഷൻ ടെക്നോളജിയിലാണെങ്കിലും വേണ്ടില്ല. എല്ലാറ്റിലും ഒരേ സാധന, റെഡിമെയ്ഡാ. പക്ഷേ അതിന് അതിൻ്റെതായ രീതിയിൽ സംസാരിക്കണം. റേറ്റ് കൂടുതലാ, കംപ്ലൈന്റ് വരാറുണ്ടോ? എന്നാ പിടിച്ചോ, ആ മെത്തേഡിന്റെ പേര് 3F മെത്തേഡാ. 3F, 3F. എന്താ 3F മെത്തേഡ് എന്നറിയോ? നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി, നിങ്ങൾ പറഞ്ഞത് എനിക്ക് കാര്യം മനസ്സിലായി, നിങ്ങളുടെ ഫീലിംഗ് മനസ്സിലായി. നിങ്ങൾ മാത്രമല്ല, നിങ്ങളെപ്പോലെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് അംഗീകരിക്കാറില്ല സാധാരണ. പ്രൈസ് കൂടുതലാ പറഞ്ഞാൽ മുനീർ പറയും, അല്ല പ്രൈസ് ഒന്നും കൂടുതലല്ല സാർ, അത് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഒരു കുളമാക്കി വെക്കും. അതിന് പകരം താങ്കൾ പറഞ്ഞത് മനസ്സിലായി, ഞങ്ങളുടെ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞത് മനസ്സിലായി, താങ്കൾ മാത്രമല്ല എന്റെ പല കസ്റ്റമേഴ്സും ഇത് എന്നോട് പറയാൻ. ഇതങ്ങ് അംഗീകരിച്ചു കൊടുത്താൽ കസ്റ്റമർക്ക് എന്താ സന്തോഷം അറിയോ? പക്ഷെ വാട്ട് ഐ ഫൗണ്ട് ഈസ്, ഞാൻ എന്താ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഉത്തരമുള്ളത് വെച്ച് കഴിഞ്ഞാല്, താങ്കൾ ഏത് പ്രോഡക്റ്റിനോടാണ് ഞങ്ങളുടെ പ്രൈസിനെ കമ്പയർ ചെയ്യുന്നത്? താങ്കൾ ഏത് പ്രൊഡക്റ്റിനെയാണ് കമ്പയർ ചെയ്യുന്നത്? അവൻ ചിലപ്പോ ഒരു കമ്പാരിസണും ഇല്ലാണ്ട് വെറുതെ പറഞ്ഞതാവും റേറ്റ്. ചിലപ്പോ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കയ്യിൽ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും. ഐഫോൺ വിൽക്കുന്ന കമറുദ്ദീൻ നോക്കിയാണ് എന്തിനോടാണ് സാർ കമ്പയർ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെ അത് സാംസങ്ങിന്റെ മറ്റേ S21, S22. സാറേ, ആപ്പിളിനെ ഓറഞ്ച് കൊണ്ടാണോ കമ്പയർ ചെയ്യേണ്ടത്? ആപ്പിളിനെ ഓറഞ്ച് കൊണ്ടാണോ കമ്പയർ ചെയ്യുന്നത്? ആപ്പിളും ഓറഞ്ചും വേറെ വേറെ ഫ്രൂട്ട്സ് അല്ലേ സാർ? ആപ്പിളിന്റെ പ്രത്യേകത എന്താ? ഇറ്റ്സ് ക്വാളിറ്റി ബേസ്ഡ്. ഓറഞ്ചിനേക്കാൾ ക്വാളിറ്റി ഉള്ളതാണ്. അതുപോലെയാണ് സാർ ഇത്. ഞങ്ങളുടെ പ്രൊഡക്റ്റ് കമ്പാരിറ്റീവ്ലി ക്വാളിറ്റി കൂടിയതാണ്. ഞങ്ങളുടെ പ്രൊഡക്റ്റിന് ഡ്യൂറേഷൻ കൂടുതൽ കിട്ടും. ഞങ്ങളുടെ പ്രൊഡക്റ്റ് തരുന്ന സർവീസ് എന്ന് പറയുന്നത് കൂടുതലാണ് സാർ. താങ്കളെ പോലെ ഒരു കസ്റ്റമർക്ക് കൂടുതൽ കിട്ടാനുള്ള യോഗ്യതയുണ്ട് സാർ. അതുകൊണ്ട് താങ്കൾ ഇത് വാങ്ങണം. പ്രൈസ് ഒരിക്കലും കൂടുതലല്ല. ഇതിന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ താങ്കൾക്ക് ഒരിക്കലും ഇത് പ്രൈസ് കൂടുതലല്ല. ഞങ്ങളുടെ ക്വാളിറ്റി ആയിട്ട് കമ്പയർ ചെയ്യും സാർ. 3F മെത്തേഡാ. വാട്ട് ഐ ഫീൽ, somebody else also felt it, and what I found is 3F: feel, felt and found.
എത്ര ഈസി ആയിട്ട് അറിയോ പ്രൈസ് കൂടുതൽ നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റുക. എനിക്കിന്നിപ്പോ മെസ്സേജ് വന്നു, യാസർ വിക്കാണോ എനിക്ക് മെസ്സേജ് അയച്ചാള്? അതെ, ആണോ? ആ ഓക്കെ. ഒന്ന് റേഞ്ചിൽ അവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കി. റേഞ്ച് കട്ടാവണ്ട, അവിടെ ഇരിക്കി ഒരിടത്ത്. അപ്പൊ റേഞ്ച് കട്ടാവില്ല. യാസറിന്റെ പ്രശ്നം എന്താണ്? യാസർ പ്രൊഡക്റ്റുമായിട്ട് സെല്ല് ചെയ്യാൻ പോകുന്ന സമയത്ത് കടം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ റേറ്റ് കൂടുതലാണെന്ന് പറയും. അതല്ലേ? നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ പ്രൈസ് ആക്ച്വൽ പ്രൈസ് ആണോ നിങ്ങൾ ഇട്ടിരിക്കുന്നത് എന്നുള്ളത് കൺഫേം ചെയ്യണം. ഫസ്റ്റ് കാര്യം, ആക്ച്വൽ പ്രൈസ് ആണോ നിങ്ങൾ അതിന്റെ ക്വാളിറ്റിക്കും അതിന്റെ മറ്റുള്ള കാര്യങ്ങൾക്കും പറ്റുന്ന രീതിയിലാണോ താങ്കൾ അത് ഇട്ടിരിക്കുന്നത്? യു കൺഫേം ഇറ്റ് ഫസ്റ്റ്. അതാണെങ്കിൽ അതെന്തുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറോട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കണം. റേറ്റ് കൂടുതലായിരിക്കും. ഇവിടെ എന്താ റേറ്റ് കൂടിയ സാധനങ്ങൾ ആരും വിറ്റ് പോകുന്നില്ലേ? വാങ്ങുന്നില്ലേ? ഇല്ലേ? ഉണ്ട്. രണ്ടാമത്തത് പ്രശ്നം എന്തായിരുന്നു? കടം കൊടുക്കല്. അത് ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞുതരാം. കടം എങ്ങനെ കൊടുക്കണം, കടം കൊടുക്കാതിരിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആളുകൾ അവർ കടം ചോദിക്കില്ല, അവർ കാശ് തരും നിങ്ങൾക്ക്. നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ്. നമ്മൾ എന്താ പ്രശ്നം അറിയോ? നമ്മൾ ചെയ്തിട്ട് നമ്മളെക്കാൾ മോശമായിട്ടുള്ള ആളടുത്ത പോയിട്ടാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. നമുക്ക് വലിയ പൈസ തരാൻ കെൽപ്പുള്ള ആളുകളോട് പോയി സംസാരിക്കാൻ പേടിയാ. നമ്മൾ കടം മേടിക്കുന്നവരാ, അതുകൊണ്ടാണ് നമുക്ക് കടം കൊടുക്കേണ്ടി വരുന്നത്. നമ്മൾ കടം മേടിക്കാത്തവരാണെങ്കിൽ നമുക്ക് കടം കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, അത് കടം കൊടുക്കാതിരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. നമ്മുടെ ഡിസിഷനാ. അങ്ങനത്തെ കച്ചവടം എനിക്ക് വേണ്ടാന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ ആലോചിക്കണം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ബാബുവേട്ടൻ എന്ന് പറയും. ഞങ്ങള് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂരിന്റെ പ്രത്യേകത എന്താ? പ്ലൈവുഡ് ഫാക്ടറികളുടെ സംഘമാണ് അവിടെ, അല്ലെ? എന്തോരം പ്ലൈവുഡ് ഫാക്ടറികളാണ് ഇന്ത്യയിലേക്ക് മൊത്തമുള്ള പ്ലൈവുഡ് പോകുന്ന ഒരു ഏരിയയാണ്. അവിടെ 20, 30, 50, 120 ദിവസമാണ് ക്രെഡിറ്റ് പീരീഡ്. ഓരോ കമ്പനികൾ എടുക്കുന്നത് 30, 50 ദിവസങ്ങളാണ്, അല്ലെങ്കിൽ 120 ദിവസം വരെ ക്രെഡിറ്റ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഈ ബാബോട്ടൻ ഉണ്ടല്ലോ, കാശ് ഇങ്ങടെ അക്കൗണ്ടിൽ വീണാലെയാണ് ബാബോട്ടന്റെ വണ്ടിയിൽ അവിടെ വന്ന വണ്ടിയിൽ സാധനം കീറും. സുരേഷ് ബാബു എന്ന് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ ആളെ വേണേ കാണിച്ചു തരാം. സീരിയസ്ലി പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? നമ്മുടെ ഡിസിഷനാ. ഞാനൊരു കാര്യം പറയാം, എന്റെ കാര്യത്തിൽ ഞാൻ പറയാം. പണ്ട് ഞാൻ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് ഫുള്ള് പൈസ കാശ് കഴിഞ്ഞിട്ടേ ഞാൻ മേടിക്കുള്ളായിരുന്നു. തുടക്കത്തില്, വർഷങ്ങൾക്ക് മുന്നത്തെ കഥയെ ഞാൻ പറയുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് അവര് പറ്റ പേപ്പറിൽ അല്ലെങ്കിൽ കവറിന്റെ ഉള്ളിലിട്ടൊക്കെ തരുമായിരുന്നു പതിവ്. എന്നിട്ടൊരു ഷെയ്ക്കൻഡും തരും. ചിലപ്പോ പോരുമ്പോ നമ്മൾ വിചാരിച്ചത്ര പൈസ ഉണ്ടാവില്ല. അവസാനം ഒരു ഡയലോഗ് പറയും, എന്തേ അത് കാശ് ഇച്ചിരി കുറവായിരുന്നു കേട്ടോ, കമ്മിറ്റിക്കാരുടെ പരിപാടി ഉണ്ടല്ലോ. ഇന്ന് എന്റെ അക്കൗണ്ടിൽ ഫുൾ പേയ്മെന്റ് ആണ് കയറാണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നിശ കാണിക്കാതെ ശ്രീത്തിന്റെ വണ്ടിയുടെ മറ്റേ കീ കയറൂല. ഉറപ്പ്. അതെന്റെ തീരുമാനം. ഇല്ലെങ്കിൽ ഇല്ല, വേണ്ട. എനിക്ക് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? 10 കസ്റ്റമർക്ക് കൂടുതൽ മാർക്കറ്റ് ചെയ്യും. എനിക്ക് ആകെ ഒരു മാസത്തിൽ 2 പേരെ ഉള്ളൂ കച്ചവടം ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ ഇവനോട് കോംപ്രമൈസ് ചെയ്യും. ചിലപ്പോൾ ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ട് തുണി അലക്കി കൊടുത്തിട്ടാണെങ്കിൽ ആ കാശ് മേടിച്ചുകൊണ്ടിരാൻ പോകും. എനിക്ക് കസ്റ്റമർ ഇല്ലെങ്കിൽ. എന്നാൽ എന്റെ അടുത്ത് 30 ദിവസത്തേക്കുള്ള കച്ചവടം ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ പോട്ടേന്ന് അങ്ങോട്ട് വെക്കുക. അന്നത്തെ ദിവസം കടന്നാണ് ഉറങ്ങും. ഞാൻ റെസ്റ്റ് എടുക്കും. ഞാൻ എടുക്കുവോ? നിങ്ങൾ നിങ്ങളുടെ പ്രോസ്പെക്ട്സ് കൂട്ടുന്നേ, ലീഡിന്റെ എണ്ണം കൂട്ടുന്നേ, നിങ്ങൾ സെയിൽ കൂട്ടുന്നേ. അപ്പൊ ഒരു തരത്തിലും നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ല, ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞു വന്നത് വേറെ എന്തോ ടോപ്പിക് ആയി പോയി. പോട്ടെ. ഒബ്ജക്ഷൻ എന്ന് പറയുന്ന സംഭവം ഇതുപോലെ ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്, ഞാനൊന്ന് പാർട്ട്ണറോട് ചോദിക്കട്ടെ, ഞാൻ എന്താ പറയാ പൈസ നിങ്ങളുടെ കൂടുതലാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അതൊരു ഒബ്ജക്ഷൻ ആണ്. ഏത് കച്ചവടത്തിന്റെ പ്രസന്റേഷനിലും സെയിൽസ് പ്രസന്റേഷനിലും ഈ ഒബ്ജക്ഷൻ വരും. അതിന് നമ്മുടെ അടുത്ത് റെഡിമെയ്ഡ് ആൻസർ ഉണ്ടാവണം. ആ റെഡിമെയ്ഡ് ആൻസർ നമ്മുടെ അടുത്ത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത് ആന്റിസിപ്പേറ്റ് ചെയ്യണം. ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് മുന്നേ നമ്മൾ കാണണം. മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണം? എന്താ? വാടാ, പറയടാ, നീ ആലോചിക്കട്ടെ എന്ന് പറ, അപ്പൊ എന്റെ അടുത്ത് ആൻസർ ഉണ്ട്. നീ പൈസ കൂടുതലാന്ന് പറ, അപ്പൊ എന്റെ അടുത്ത് ആൻസർ ഉണ്ട്. അല്ലേ? ഉണ്ടോ? വെരി സീരിയസ്ലി ആന്റിസിപ്പേറ്റിംഗ് ഒബ്ജക്ഷൻ അതൊരു പ്രസന്റേഷൻ സ്റ്റൈലാണ്. നമുക്ക് അത് വരും എന്ന് നമുക്കറിയാം. ഇനി ഇതിൽ തന്നെ വേറൊരു മെത്തേഡ് ഉണ്ട്. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മുനീറിന്റെ പ്രൊഡക്റ്റ്
കോൾഡ് സ്റ്റോറേജിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത്ര വലുപ്പമുള്ള കോൾഡ് സ്റ്റോറേജ് ആണുള്ളത്, പച്ചക്കറികൾ വെക്കാം, അല്ലെങ്കിൽ ഐസ്ക്രീം വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വെക്കാം. അപ്പൊ നിങ്ങൾക്ക് തോന്നും ആക്ച്വലി ഇതിലിപ്പോ കുറച്ച് റേറ്റ് കൂടുതലാണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. പക്ഷെ അതിന് കിട്ടുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു 4 ദിവസം സാധാരണ പച്ചക്കറി ഇരിക്കുമെങ്കിൽ ഇതിൽ 8 ദിവസം ഇരിക്കും. അപ്പൊ അഥവാ ഇനി കച്ചവടം കുറവായാലോ, നമ്മുടെ നാട്ടിലെ കണ്ടീഷൻ അനുസരിച്ച് മഴയാണ്, വെയിലാണ്, പല സിറ്റുവേഷനിൽ കച്ചവടം നടക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്യാം, 8 ദിവസം വരെ നിൽക്കും. മറ്റത് 4 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുടെ അടുത്ത് പുറത്തേക്ക് വലിച്ചെറിയേണ്ടി വരും. ആ നഷ്ടം നോക്കുകയാണെങ്കിൽ ഈ റേറ്റ് ഒന്നും ഒരു റേറ്റേ അല്ല. ഇത് ആദ്യമേ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ചോദിക്കുമോ നിങ്ങളുടെ റേറ്റ് കൂടുതലാണെന്ന് പറയുമോ? കാരണം മനസ്സിലായോ? ഒബ്ജക്ഷൻ ആൻസർ. എനിക്കറിയാം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും എനിക്കൊരു ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും എന്ന് എനിക്കറിയാം. ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ വേറെ പലരോട് പോയി ആലോചിക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഇരിക്കുന്ന ആളാണ് ഞാൻ. ആ എക്സ്പേർട്ട് ആയിരിക്കുന്ന എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കല്ലേ പറഞ്ഞു തരാൻ പറ്റും നിങ്ങളുടെ സംശയങ്ങൾ. അപ്പുറത്തെ വീട്ടിലെ ഗോപാലൻ ചേട്ടൻ പറഞ്ഞു തരാൻ പറ്റുമോ? ഞാനൊരു കാര്യം, സിമ്പിൾ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ഇവിടെ ഞാൻ സംശയങ്ങൾ ചോദിക്കാൻ പറയുന്നു. ഇവിടെ പലരും ചോദിക്കുന്നില്ല. ഈ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കേണ്ടത് തൊട്ടപ്പുറത്തിരിക്കുന്നത് ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും ആണെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർക്ക് ഉത്തരം പറയാൻ പറ്റുമോ? അല്ലപ്പോ അയാൾ പറഞ്ഞല്ലോ കച്ചവടം കൂട്ടണം എന്നുള്ളത്, ലീഡ് കൂട്ടണം എന്ന് പറഞ്ഞത്. ഇപ്പൊ അതെങ്ങനെ ലീഡ് കൂട്ടുക? പാവം ചിലപ്പോ ഗോപാലൻ ചേട്ടൻ 2 ബെഗ് അടിച്ചിട്ട് രാത്രി വന്നിട്ട് കടന്നുറങ്ങാൻ വന്ന സമയത്ത് ലീഡ് എങ്ങനെ കൂട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ പറയും. എന്നോട് ചോദിക്കേ എങ്ങനെ ലീഡ് കൂട്ടുക, എങ്ങനെ പ്രോസ്പെക്ട് ചെയ്യുക എന്ന്. അഭിരാഗ് എന്നെ വിളിച്ചല്ലോ. അഭിരാഗിന്റെ സംശയങ്ങൾ എന്നോട് ചോദിച്ചു. എനിക്ക് ചിലർ മെസ്സേജ് അയക്കാറുണ്ട്, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അത് ആറ്റിറ്റ്യൂഡാണ്. അത് അവിടെയാണ് കാര്യം. പലപ്പോഴും നമ്മൾ പ്രശ്നം ബാക്ക് ബെഞ്ചിൽ ഇരിക്കണോണ്ടല്ലോ, സാറുമാര് ക്ലാസ് എടുക്കുമ്പോൾ ഇപ്പുറത്ത് ചോദിക്കും സാർ എന്താ പറഞ്ഞു. അത് സാറോട് ചോദിക്കണമെന്നേ. സാർക്കേ പറഞ്ഞു തരാൻ പറ്റും. അപ്പുറത്ത് നമ്മളത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അപ്പുറത്തിരിക്കണോ. എന്നിട്ട് അവനോടാ ചോദിക്കേണ്ടത് സാർ എന്താ പറഞ്ഞു. അങ്ങനെ ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. എന്നിട്ട് പറയണം സാർ അപ്പുറത്തെ വീട്ടിലല്ല സാർ ചോദിക്കേണ്ടത്, നിങ്ങൾ പാർട്ട്നേഴ്സിനോടല്ല സാർ ചോദിക്കേണ്ടത്, എന്നോട് ചോദിക്കൂ എന്തുകൊണ്ട് ഇതിന് റേറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണെന്ന് കാര്യം ഞാൻ പറഞ്ഞുതരാം സാർ. എന്ത് സംശയം ഉണ്ടെങ്കിൽ സാറ് ചോദിച്ചോളൂ. അത് കോൺഫിഡന്റ് ആയിട്ട് ചോദിക്കണം എന്നുണ്ടെങ്കിലോ നമുക്ക് നല്ല വിവരം വേണം കേട്ടോ. അതും കൂടി പറയാം. എന്താ വിവരം വേണ്ടേ? നോളേജും വേണം, നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നുള്ള കപ്പാസിറ്റിയും വേണം. ഞാൻ നിങ്ങളോട് പറയാറുള്ള എന്താ, നിങ്ങളുടെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്ക്, ഞാൻ അതിനുള്ള ഉത്തരം പറഞ്ഞുതരാം. അതിപ്പോ എന്നെ അഹങ്കാരമായിട്ട് പലരും കണ്ടു കഴിഞ്ഞാൽ, അഹങ്കാരമല്ല അത് കോൺഫിഡന്റാ. ഞാൻ അതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സെയിൽസിനെ കുറിച്ച് ഞാൻ ഇന്നും പ്രാക്ടിക്കലി സെയിൽസ് ചെയ്യുന്ന ആളാണ്. ഇന്നും എന്റെ കസ്റ്റമറുടെ മുന്നിൽ ഇന്നും ഒരു 3-4 പ്രസന്റേഷൻസ്, പല രീതിയിലുള്ള പ്രസന്റേഷൻസ് ചെയ്ത വ്യക്തിയാണ്. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കൂടി എന്നെ കുറിച്ചുള്ള പ്രസന്റേഷൻ ആണ്. അല്ലാതെ തോന്നുന്നുണ്ടോ മുനീറിനെ? ഞാൻ എന്നെ കുറിച്ചുള്ള പ്രസന്റേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീത്ത് കേസി ദ ബിസിനസ് ഇൻഫ്ലുവൻസർ, എ ബിസിനസ് കോച്ച്, എ സെയിൽസ് ട്രെയിനർ, എ മാനേജ്മെന്റ് ബിസിനസ് മാനേജ്മെന്റ് കൺസൾട്ടന്റ്. എന്നെ കുറിച്ചുള്ള സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് എന്നെ കുറിച്ച് അറിയായിരുന്നോ? വന്നിരിക്കുമായിരുന്നോ മുനീർ എന്റെ മുന്നില്? ഇല്ല, ഒരാളും വന്നിരിക്കില്ലായിരുന്നു. ഇന്ന് ഞാൻ എന്റെ അടുത്ത് വന്നിരുത്തി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നു, എന്റെ കാപ്പബിലിറ്റി ഞാൻ കാണിക്കുന്നു. ഈ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. പലരും സെയിൽസ് നിന്ന് ഒഴിഞ്ഞു മാറി നടക്കല പതിവ്. കസ്റ്റമർ എവിടെ കാണുമ്പോൾ കണ്ടം വഴി, ബാക്കത്തെ കണ്ടം വഴി ഓടും. പാടില്ല. നിങ്ങൾ മുന്നിൽ നിൽക്കണം. അപ്പൊ നിങ്ങളുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് മുന്നിൽ നിൽക്കും. നിങ്ങൾ മുന്നിൽ നിന്ന് സംസാരിച്ചാൽ 10 ദിവസം നിങ്ങൾ മുന്നിൽ നിന്ന് സംസാരിച്ച 11ാമത്തെ ദിവസം നിങ്ങളെ തള്ളിയിട്ട് നിങ്ങളുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് മുന്നിലുണ്ടാവും. നിങ്ങൾ അവന് പറഞ്ഞു കൊടുക്കണം. എപ്പോ അവൻ ആ കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ അതിനിടയിലല്ല അവൻ മാറി നിന്നിട്ട് മോനെ നീ എന്ത് പണിയടാ കാണിച്ച് എന്നല്ല. മോനെ എടാ നീ അങ്ങനെ കസ്റ്റമർ പറഞ്ഞില്ലേ, നീ അത് ഇങ്ങനെയായിരുന്നു പറയേണ്ടത്. അത് പറഞ്ഞിരുന്നെങ്കിൽ കസ്റ്റമർ അടുത്ത തവണ നീ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ അവൻ ചോദിക്കും ഓ ഇയാൾക്ക് നല്ല വിവരമല്ലേ. നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവിനേക്കാൾ, നമ്മുടെ സ്റ്റാഫിനേക്കാൾ നമുക്ക് വിവരം കൂടുതൽ വേണം. പല ആളുകളും ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. സാർ എന്റെ കമ്പനി, എന്റെ ടീമിനൊന്ന് സെയിൽസ് പഠിപ്പിക്കണം സാർ. എന്നിട്ട് സ്റ്റാഫിന് വേണ്ടിയിട്ട് വലിയ സെറ്റപ്പിലൊക്കെ ഒരുക്കും. എന്നിട്ട് ഈ ഓണർ ഇറങ്ങിപ്പോകും. ഞാൻ ഇച്ചിരി തിരക്കിലാണേ പോവാൻ. ഈ മരമണ്ടന് ഒന്നും അറിയില്ല സെയിൽസ്. അവനറിയാതെങ്കിൽ സ്റ്റാഫ് ഇങ്ങനെ ചെയ്യുവോ? എന്നിട്ട് അവ അപ്പോഴും പഠിക്കുന്നില്ല. ഫ്രീ ആയിട്ട് കിട്ടണതല്ലേ മറ്റവന്റെ കെയർ ഓഫില്, അത് എന്നിട്ടും പഠിക്കില്ല.
എനിക്കെല്ലാം അറിയാന്നുള്ള അഹങ്കാരം. അപ്പോൾ ഏറ്റവും വലിയ മോശമായിട്ടുള്ള സ്വഭാവം കേട്ടോ ഈ ഡിസീസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സാധനം. ഭയങ്കര മോശം. എനിക്കെല്ലാം അറിയാമെന്നുള്ള തോന്നലുള്ള ആളുകൾക്കുണ്ടല്ലോ ജീവിതത്തിൽ വിജയം ഉണ്ടാവില്ല. കൊഡാക്കിന്റെ കമ്പനി ഫിലിം സംഭവം ഞങ്ങളെ വെട്ടാൻ ആര് വന്നാലും പറ്റില്ല, വി ആർ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞതാ. തൂങ്ങിയില്ലേ? നോക്കിയ ഒരു കാലത്ത് ഇന്ത്യ ഭരിച്ചതാ, ലോകം ഭരിച്ചതാ അല്ലേ? ഞങ്ങൾ ഈ സിസ്റ്റമായിട്ട് മാറൂല എന്ന് പറഞ്ഞു. എവിടെ എത്തിപ്പോ അവരുടെ 1100 3300 എന്നാ സെറ്റായിരുന്നു. അതൊക്കെ പട്ടിയെ വരെ അറിയായിരുന്നു. ഒരു തിരിച്ചെടുത്ത് തുറന്നിട്ട് 5 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണാലും ഒന്നും പറ്റാത്തായിരുന്നു. ഇന്നത്തെ കാലത്ത് വേണ്ടത് അതായിരുന്നു, വിത്ത് ടെക്നോളജി. എനിക്കറിയാം ഞങ്ങൾ ഭയങ്കര സെറ്റാണ്. ഡിസീസ് മൈൻഡ് സെറ്റ് എന്ന് പറയുക. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഉണ്ട് കേട്ടോ, ഞാൻ അതും പറയാം. എനിക്ക് ചിലരൊക്കെ മുഖം കണ്ടാൽ അറിയാം. എനിക്കൊക്കെ അറിയാമെന്നുള്ള അഹങ്കാരമുണ്ട്. അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കണം, എനിക്ക് കാര്യങ്ങൾ കുറെ വർക്കൗട്ട് ചെയ്യണം, അത് സ്ഥിരമായിട്ട് എനിക്ക് പഠിക്കണം എന്നുള്ള ബോധത്തിൽ നിന്ന് പുറത്തിറങ്ങി നോക്ക്. നിങ്ങളുടെ മുഖത്ത് തനിയെ ചിരി വരും. മുഖത്ത് തനിയെ ചിരി വരും. കസ്റ്റമറെ കൊണ്ട ചിരിക്കാത്ത കുറെ മരമണ്ടന്മാരുണ്ട് കച്ചവടക്കാരായിട്ട്. എന്നിട്ട് അവര് പറയും സെയിൽസ് എക്സിക്യൂട്ടീവ് തനിക്കൊന്ന് നന്നായി പെരുമാറിക്കൂട്ടു, ആരിപ്പം ചിരിക്കൂലി. എൻ്റെ ഒരു ക്ലയന്റ് ഉണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല. എൻ്റെ ഒരു ക്ലയന്റ് ഉണ്ട്, പുള്ളി മറ്റവരെ ഉപദേശിച്ചാണ് ഒന്നൊക്കെ ചിരിച്ചു, അവരോ ചിരിക്കൂല. ആദ്യം താങ്കൾ ചിരിക്കും, ആദ്യം താങ്കൾ ചിരിക്കുന്നു ഞാൻ. അപ്പൊ പുള്ളി ഒരു നല്ല ചിരിയാണ്, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് പറയുകയാണ് നമ്മൾ കച്ചവടം നടത്താൻ അങ്ങനെയാണ്. അവൻ പോയിട്ട് ടീമിനെ എടുത്ത് കുറ്റം പറയുക. സ്വന്തമായിട്ട് ടൂൾ ഇല്ലാത്തവൻ, സ്വന്തം സ്വന്തമായിട്ട് കോൺഫിഡൻസ് ഇല്ല, സ്വന്തമായിട്ട് വിശ്വാസമില്ലാത്തവനാണ് മറ്റുള്ളതിനെ കുറ്റം പറഞ്ഞു. ഇപ്പോഴും മാർക്കറ്റിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെ ഒരുത്തൻ ചെയ്ത ചായക്കട, എവിടെ ഒരുത്തൻ ചെയ്ത ചപ്പാത്തിക്കട അതേപടി പോയി നിന്നിട്ട് കോപ്പി അടിച്ചിട്ട് ഇരുട്ടത്ത് മറഞ്ഞു നിന്നിട്ട് അവൻ എന്തൊക്കെ ചെയ്യണമെന്ന് കോപ്പി അടിച്ചിട്ട്, അല്ലെങ്കിൽ അവിടെ ജോലിക്ക് നിന്ന് അത് കോപ്പി അടിച്ചിട്ട് ഇപ്പുറത്ത് കൊടുത്തിട്ടിട്ട് മൂഞ്ചി തെറ്റി നിൽക്കുന്ന സമയത്ത് അവൻ പറയും മാർക്കറ്റ് ഭയങ്കര ഡൗൺ ആണ്. ഞാൻ എൻ്റെ മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് ഞാൻ പുതിയ പ്രൊഡക്റ്റ് ഇറക്കും, ഞാൻ കൂടുതൽ മാർക്കറ്റ് ചെയ്യും, ഞാൻ കൂടുതൽ ആക്റ്റീവ് ആവും. 10 മണിക്കൂർ പണിയെടുക്കണ്ടെങ്കിൽ 14 മണിക്കൂർ പണിയെടുക്കും, 14 ആണെങ്കിൽ 18 മണിക്കൂർ പണിയെടുക്കും. എൻ്റെ ഉറക്കം വളരെ കുറവാണ്. എനിക്ക് കിട്ടുന്ന സമയം ഞാൻ ഉറങ്ങും. 12, 12:30 മണിയൊക്കെ ആവും ചിലപ്പോൾ ഞാൻ ഉറങ്ങാൻ. പിറ്റേ ദിവസത്തേക്കുള്ള ഇന്നലെയൊക്കെ ഞാൻ ഉറങ്ങിയിരിക്കുന്നത് 12:45, 1 മണി സമയത്താണ്. ആ സമയത്ത് മെസ്സേജ് ഇട്ടവന് ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ആണ് തെളിവ് ഞാൻ പറയുന്നത്. രാവിലെ 4:45 ഞാൻ വന്ന് എഴുന്നേക്കും, കാര്യങ്ങളെല്ലാം ചെയ്ത് ക്ലാസ് 6 മണിക്ക് ക്ലാസ് കഴിയും. ചില സമയത്ത് ഉച്ചയ്ക്ക് ചിലപ്പോൾ സമയം കിട്ടുമ്പോൾ ഒന്ന് ഉറങ്ങും. ഇന്ന് അതും കിട്ടിയിട്ടില്ല. എന്തിനാ? എനിക്ക് എന്റെ കച്ചവടം ഡെവലപ്പ് ചെയ്യണമെന്നേ, എനിക്ക് കാശ് വേണം. എന്റെ ഫാമിലിയുടെ എന്റെ സമൂഹത്തിന്റെ മുന്നിൽ മറ്റേ പൊട്ടിയ ബിസിനസ്സുകാരനായിട്ട് ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഐ ഷുഡ് ഹാവ് മണി. $250-നും 500-നും 1000 ഉറുപ്പിക കിട്ടും. ഈ 1000-ന് വേണ്ടിയൊന്നും ബിസിനസ് ചെയ്യരുത് കേട്ടോ. അത് സാധാരണ വേറെ പെയിന്റിംഗ് പണിക്ക് പോയാൽ കിട്ടും. ജോലിക്ക് പോയാലേ 1000 ഉറുപ്പിക്കൊന്നും ബിസിനസ് ചെയ്യരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും വലിയ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും. ഒരു ദിവസം ഒരു പ്രോഫിറ്റ് ഒരു 10,000 രൂപ ഇങ്ങനെ ഏറ്റവും മോശം കച്ചവടം ആയിക്കോട്ടെ, വളരെ കുറഞ്ഞ കച്ചവടം ഒരു 10,000 ഉറുപ്പിക ഈ പരിപാടിക്ക് നിൽക്കണം. ഇനി അത് പറ്റുന്നില്ലേ വിളിച്ചോ, നമ്മൾ സെറ്റാക്കി തരാം. ആ 10,000-ൽ 250 ഞാൻ ചോദിക്കും. അത് വർക്കായി. ഫ്രീ ആയിട്ട് 10,000 മേടിച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ പറഞ്ഞ പോലെ അപ്പുറത്ത് ഞാൻ പറയും. ക്ലിയർ? ആന്റിസിപ്പേറ്റ് ചെയ്യുക, ഒബ്ജെക്ഷൻസിനെ ആന്റിസിപ്പേറ്റ് ചെയ്യുക, ഒബ്ജെക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കുന്ന അറിയോ? ഓട്ടോമാറ്റിക്കലി ഇവർ നമ്മുടെ സ്വന്തമായി മാറും, ഇമോഷണലി കണക്റ്റഡ് ആവും. അവർ പിന്നെ നാളെ നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കും. ഇനി അഡീഷണൽ ഒരു കാര്യം കൂടി പറയാം. ഫോളോ അപ്പിനെ കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം. പക്ഷെ അഡീഷണൽ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ വിവരങ്ങളും കൂടിയിട്ട് നിങ്ങളുടെ കസ്റ്റമർക്ക് അങ്ങോട്ട് കൊടുക്കരുത്. എല്ലാ വിവരം കൂടെ അങ്ങോട്ട് കൊടുക്കരുത്. ഈ കൂടുതൽ കൊടുത്താലും ബുദ്ധിമുട്ടാണ്. അവൻ അതിന്റെ ടെക്നിക്കാലിറ്റിയും പ്രശ്നത്തിനെ കുറിച്ച് ആലോചിച്ച് പ്രോബ്ലം ഉണ്ടാക്കും. ഇനി വേറൊരു സംഭവം ഉണ്ട്, അതിവിടെ B2B-കാരുണ്ടെങ്കിൽ B2B-കാർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു ഔട്ട്കമ്മിനാണ് പ്രാധാന്യം എന്നുള്ളത്. എന്ത് കസ്റ്റമർക്ക് കിട്ടുന്നുള്ളതാണ് പ്രാധാന്യം. ആ സമയത്ത് ഇരുന്നിട്ട് ഇതിന്റെ പ്രോസസ്സിനെ മൊത്തം അങ്ങോട്ട് പറയും. ഈ പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെ പറയും. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ടീമുകളെ ഞാൻ പറയുന്നത്.
ഇത് ആക്ച്വലി നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി നിങ്ങൾ പേയ്മെന്റ് തരുന്ന സമയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഗൂഗിൾ മറ്റേ അത് ചെയ്യും, നമ്മൾ ഫേസ്ബുക്കിൽ മെറ്റയിൽ നമ്മൾ ചെയ്യും, പോസ്റ്റർ നമ്മൾ ഒരു മാസത്തിൽ ഞങ്ങൾ 4 പോസ്റ്ററാണ് തരിക, ഞങ്ങൾ റീൽസ് തരും, അങ്ങനെ തരും, ഇങ്ങനെ തരും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് മറ്റേ റിസൾട്ട് നിങ്ങൾക്ക് നന്നായിട്ട് കച്ചവടം കിട്ടുന്ന കാണുമ്പോൾ ഇതുമ്പിൽ കുടുങ്ങിയിട്ടുണ്ടാവും. 4 പോസ്റ്ററേ കിട്ടുള്ളൂ, 4 റീലേ കിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് മറ്റേ ഞങ്ങളുടെ പേയ്മെന്റ് എന്ന് പറയുന്നത് ഇത്ര രൂപയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം നിങ്ങൾക്ക് ഇത്ര രൂപയുടെ കച്ചവടം ഉണ്ടാക്കാട്ടോ അത് പറയില്ല. കാരണം ഇവര് കോൺഫിഡൻസ് ഇല്ല സ്വന്തമായിട്ട്, അത് പറയൂല. എന്നിട്ട് ഇവൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ അവിടെ പോയി കൊടുക്കും. ആര്? കസ്റ്റമർ. പ്രോസസ്സിനെ കുറിച്ച് അനാവശ്യമായിട്ട് സംസാരിച്ച് ഓവറാക്കി സംസാരിച്ചിട്ട് കുളമാക്കും. MLM-മാർക്ക് പറ്റുന്ന പണി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ബെനിഫിറ്റ് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഔട്ട്കം പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾ അതിന്റെ മറ്റേ വട്ടം വരച്ച് 2 ലെഗിന്റെ അടിയിൽ പറ്റിയത് മറ്റേതിന്റെ പുറത്ത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നിൽക്കും. പ്രോസസ്സിനെ പറ്റി പറഞ്ഞ് അവനവിടെ ബ്ലോക്ക് ആവും. ഒരു മാസത്തിൽ ഒരു 15,000 രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടോ? അത് വീട്ടിലിരുന്നിട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞുതരാം. ഞാൻ അതിൽ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ തുടങ്ങേണ്ടത്. അല്ലാണ്ട് സാർ നിങ്ങൾക്കൊരു നല്ല പ്ലാൻ ഉണ്ട് എൻ്റെ കയ്യിൽ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ അതിനേക്ക് ശേഷം 2 പേരെ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവൻ ചിത്രം വരയ്ക്കാൻ തുടങ്ങും, പട്ടം വരയ്ക്കാൻ തുടങ്ങും. 2 ലെഗ്, ഒരു കാല്. ഇതൊക്കെ പറഞ്ഞ അവസാനം നിങ്ങൾക്ക് 15,000 രൂപ മിനിമം ഉണ്ടാക്കാന്നൊക്കെ പറയുമ്പോഴൊക്കെ കസ്റ്റമർ എവിടെയോ നിങ്ങളെ നഷ്ടപ്പെട്ടുണ്ടാവും. 6 മിനിറ്റൊക്കെയാണ് ഒരു കസ്റ്റമർക്ക് മാക്സിമം സഹിക്കാൻ പറ്റുന്നത്. 6 മിനിറ്റൊക്കെ, അതിലും കൂടുതലൊക്കെ പറഞ്ഞ അവന് ശ്രദ്ധയൊന്നും കിട്ടില്ല. ഇവിടെ തന്നെ 1 മണിക്കൂർ പറയുന്നതിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം ഫീഡ്ബാക്ക് ഇടാൻ പറയുമ്പോ 4 പോയിന്റ്, 2.5 പോയിന്റ്, അത് തന്നെ ഞാൻ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതി വെക്കുക ഒക്കെ ഉണ്ട്. 1 മണിക്കൂർ ഞാൻ സംസാരിച്ചിട്ട്, അല്ലേ? സത്യല്ലേ? ഞാൻ എന്തെങ്കിലും പോയിന്റ് പറയാതിരിക്കണ്ട, എല്ലാം പോയിന്റാ പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. മനുഷ്യൻ അങ്ങനെയാണ്. ഈ യൂട്യൂബ് വീഡിയോസ് 8 മിനിറ്റിൽ താഴെയുള്ള യൂട്യൂബ് വീഡിയോസിനാണ് ഏറ്റവും കൂടുതൽ ഇതുള്ളത്. 30-60 സെക്കൻഡ് റീലുകൾക്കാണ് നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് താല്പര്യം. 60 സെക്കൻഡ് കഴിഞ്ഞാൽ അവൻ അടുത്ത റീലിലേക്ക് പോയി. ഇപ്പൊ വേടന്റെ പാട്ടാ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ അവൻ അപ്പുറത്ത് കാണുന്നത് ബിരിയാണി ഉണ്ടാക്കുന്ന വിധമാണ് അടുത്ത റീല് കാണുന്നത്. അത് കഴിഞ്ഞാൽ കൊച്ചിയിലെ പുതിയ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. തൊട്ട് മുന്നേ കണ്ട റീൽ ഏതാണെന്ന് അറിയില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇതിന് മുന്നേ തൊട്ട് മുന്നേ നിങ്ങൾ മൊബൈൽ തിരിച്ചപ്പോ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോ കണ്ട റീൽ ഏതാ? നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ഇല്ല. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. അതുള്ള കസ്റ്റമറാണ്. ആ കസ്റ്റമറോട് നമ്മൾ 1.5 മണിക്കൂറും 1 മണിക്കൂറൊക്കെ ഫോണിൽ സംസാരിച്ചിട്ട് എല്ലാം സെറ്റാട്ടോ, നാളെ വന്നിട്ട് അവൻ കാശ് തരുന്നു പറയും. പിന്നെ ആ വഴി വന്നിട്ടുണ്ടാവില്ല. ദിസ് ഈസ് ഹാപ്പനിങ് ആക്ച്വലി. യു ഗൈസ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ് ഓഫ് സെയിൽസ്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അല്ലാണ്ട് നിങ്ങൾ കച്ചവടക്കാരനാന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ ആദ്യം ആ കച്ചവടക്കാരന്റെ കുപ്പായം ഊരിട്ടിട്ടേരെ. യു ആർ നോട്ട് എ ബിസിനസ് മാൻ ഇഫ് യു ഡോണ്ട് നോ സെയിൽസ്. വലിയ ടെക്നോളജിയെ കുറിച്ച് സംസാരിക്കുന്ന ആപ്പിളിന്റെ പഴയ തലവൻ സ്റ്റീവ് ജോബ്സ്, അദ്ദേഹം നല്ലൊരു കച്ചവടക്കാരനായിരുന്നു. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു നടത്തിയിരുന്നത്. സുന്ദർ പിച്ചൈ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ അറിയുന്ന ആളാണ്. ഇലോൺ മസ്ക് നല്ല രീതിയിൽ സെയിൽസ് ചെയ്യാൻ, പ്രസന്റ് ചെയ്യാൻ അറിയുന്ന ആളാണ്. ഏതൊക്കെ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കാണ് പ്രോപ്പറായിട്ട് സെയിൽസ് അറിയുക, അവന് മാത്രമേ അവന്റെ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി അഥവാ നിങ്ങൾക്കത് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ, നിങ്ങൾക്കത് എന്നാൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്വയം പടിയിറങ്ങി ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് മാറി അവിടെ പണി അറിയുന്ന ഒരു സിഇഒനെ വെക്കി, നല്ല ശമ്പളത്തിൽ ഒരു സിഇഒനെ വെക്കി, അവൻ ചെയ്തോളും പണി. അവൻ സെയിൽസ് അറിയുന്ന ആളായിരിക്കണം. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? അതിനൊട്ടും മടിക്കേണ്ട. ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് വരുന്ന പ്രോഫിറ്റിന്റെ ഒരു പെർസെൻറ്റേജ് ചിലപ്പോൾ അങ്ങോട്ട് മാറ്റി കൊടുക്കേണ്ടി വരും, ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു ശതമാനം നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ മുകളിൽ. അത് പുസ്തകം വാങ്ങാൻ, ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ, നിങ്ങൾക്ക് പുതിയ ബിസിനസിന്റെ ട്രെൻഡ്സ് പഠിക്കാൻ, ടെക്നോളജി പഠിക്കാൻ, ഇതുപോലുള്ള ടെക്നോളജി
കൊണ്ടുവരണം. ക്ലിയർ ആണോ? എങ്ങനെ ബിസിനസ്സസ് എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് പഠിക്കാം. നമ്മുടെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, അടുത്ത മാസമാണ്, ജൂലൈ 6-ന് ഏകദേശം കൊച്ചിയിൽ വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സ്കെയിലപ്പ് ആണ്, ബിസിനസ് സ്കെയിലപ്പ് ബ്ലൂ പ്രിന്റ്, അതാണ് പേര്. സ്കെയിലപ്പ് ചെയ്യുമ്പോഴേ ശരിക്ക് സ്കെയിലപ്പ് ചെയ്യാൻ നമ്മൾ ആദ്യം നമ്മളെ സിസ്റ്റമാറ്റിക് ആക്കി ചെയ്താലല്ലേ ശരിക്ക് സ്കെയിലപ്പിലേക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ, അതെ അല്ലേ? അപ്പോ ഒരു ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യന്, ഇപ്പോ ഒരു ബിസിനസ്സിനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നിങ്ങൾ കളിക്കുന്ന കളി, ഇപ്പൊ നിങ്ങൾക്ക് സിസ്റ്റം ഇല്ലാന്ന് വെക്കാം, ഇപ്പൊ നിങ്ങൾ കളിക്കുന്ന കളി പ്രൊഡക്റ്റ്, പീപ്പിള്, പ്രോഫിറ്റ്. പ്രൊഡക്റ്റും പീപ്പിളും ഉണ്ട്, പ്രൊഡക്റ്റും ഉണ്ട്, ആളുകളും ഉണ്ട്, അത് വെച്ച് വിൽക്കുന്നു, കാശുണ്ടാക്കുന്നു. ഓക്കെ, അതിലേക്ക് നിങ്ങൾ പ്രോസസ്സ് കൊണ്ടുവരണം. പ്രോസസ്സ് കൊണ്ടുവരണം. ഓക്കെ, പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, അതെല്ലാം നമുക്ക് ഓട്ടോമേറ്റഡ് ആക്കാം, അല്ലെങ്കിൽ പ്രോസസ് ചെയ്യാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ലീഡ് വരുന്നു, അത് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാ, അതിനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും, പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഇപ്പൊ എന്താ ഉദാഹരണം പറയും, മൊബൈൽ ടെക്നോളജിയിൽ എന്താ പറയാ, ബില്ലിങ്. നിങ്ങളുടെ ബില്ല് അടിച്ചുകൊണ്ടേയിരിക്കുന്ന സാധനമാണ്, അതിലേക്ക് GST പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ ചെയ്തിട്ടായിരിക്കും 18%, 20% എത്ര കൂട്ടിയിട്ടായിരിക്കും ചെയ്യേണ്ടത്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളൂ. ഇൻവോയ്സ് വരെയുള്ള കാര്യങ്ങൾ വന്നോളൂ ഓട്ടോമാറ്റിക്, അതിനൊരു സിസ്റ്റം ഉണ്ടാവും. നിങ്ങൾക്ക് ആദ്യം മാനുവൽ ആയിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കണം. എവിടെ നിന്നാണ് തുടങ്ങുന്നത്, എവിടെയാണ് അവസാനിക്കുന്നത്, അതിനൊരു ഒരു 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 ലൈനായിട്ട് കൊണ്ടുവരണം. ഫ്ലോ ചാർട്ട് എന്ന് പറയാം നമുക്ക്. ആ ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൽ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള എന്ത് ജോലി ഉണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ ഓട്ടോമേറ്റഡ്. ഒരു ദിവസം ഞാൻ ക്ലാസ് എടുക്കാം, ഓട്ടോമേറ്റഡ് എങ്ങനെ ഓട്ടോമേഷൻ ആക്കാന്നുള്ളത്. ക്ലിയർ ആണോ? പക്ഷെ അതിൽ ഡൗട്ട് ഉണ്ട്, ഇപ്പൊ പറഞ്ഞ കാര്യം ക്ലിയർ ആണ്. ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന അറിയാം, നമുക്ക് സിസ്റ്റമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമ്പ്യൂട്ടർ ചെയ്യണതാ. അല്ല, അങ്ങനെയല്ല. അങ്ങനെ ആണെങ്കിൽ അങ്ങനെ അതല്ല. ചിലരെ സിസ്റ്റമൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിന്തിക്കും. പ്രത്യേകിച്ച് ഒരു കാര്യം, വി ഷുഡ് ഹാവ് ഡിസിപ്ലിൻ. അത് പട്ടാളക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല, ഡിസിപ്ലിൻ. നമ്മുടെ കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായ ഡിസിപ്ലിനോടായിട്ടുള്ള ആക്ഷൻസ് ചെയ്യണം. ഡിസിപ്ലിൻ കയറിയാലേ സിസ്റ്റമാറ്റിക്കായിട്ട് കയറാൻ പറ്റുള്ളൂ എന്നർത്ഥം. അതെ അതെ. ഇതിലിപ്പോ ഞാൻ എവിടുന്നോ കേട്ട, എന്താണ് ഓർമ്മല്ല എവിടുന്നാന്ന്, സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഇപ്പോ സാർ പറഞ്ഞ റിപ്പീറ്റഡ് കാര്യം, അതിന് ഒരു 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 സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതിനെ അതിൽ എന്താ പറയുക ഉൾക്കൊള്ളിക്കുക എന്നുള്ളത്, അങ്ങനെ എന്തോ ഒരു ഇതാണെന്നുള്ളതാണ്. അതാണ് പ്രോസസ്. അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് കേട്ടത്. അതാണോ എന്നുള്ളത് മുമ്പാടെയാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അതാണ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ താങ്കളെ സംബന്ധിച്ചോളം താങ്കൾക്ക് ഒരു ലീഡ് വരുന്നു, ആ ലീഡിനെ ഇപ്പൊ ഒരു കോള് വരുന്നു വെക്കുക, ആ കോള് വന്നിട്ട് ആ കോളിലേക്ക് ഇപ്പൊ നിങ്ങൾ ഓൺലൈൻ ബിസിനസ് നടത്തുന്നെങ്കിൽ ആ കോള് വന്നു അല്ലെങ്കിൽ ലീഡ് വന്നു, അവർക്ക് നിങ്ങളുടെ പ്രസന്റേഷൻ കൊടുത്തു, അവർക്ക് കണ്ടു, അവർക്ക് ഓപ്ഷൻസ് വേണം, പ്രൈസ് ഡിസ്കൗണ്ട് അല്ല നെഗോഷിയേറ്റ് ചെയ്യുന്നു, കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു. ഇതൊരു പ്രോസസ്സാണ്, ഒരു സിസ്റ്റമാണ് ബേസിക്കലി. ഇപ്പൊ അത് ഓരോരുത്തരായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് ചിലപ്പോ എന്താ പറയാ പ്രോപ്പർ ആയിരിക്കില്ല. അവിടെ അതിനൊരു സിസ്റ്റമാക്കി പ്രോസസ്സാക്കി കൊണ്ടുവരണം. അതായത് നമ്മൾ ഇത്രേ ഉള്ളൂ, ഇപ്പൊ കിടക്കുന്നത് എന്താ പറയാ, നമ്മളിപ്പോ ഇങ്ങനെയാണ്, അതായത് അവിടെ പോയിട്ട് അത് എടുത്തിട്ട് വാന്ന് പറഞ്ഞ് 10 പിള്ളേരോട് പറഞ്ഞാൽ അവർ പല രീതിയിൽ ഓടും അല്ലെ. എന്നാൽ ഒരു തുരങ്കം പോലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് അത് എടുത്തിട്ട് പറഞ്ഞാൽ അതിനുള്ളിൽ കൂടെ മാത്രമേ അവർ പോകുള്ളൂ. അപ്പൊ അതിന് കൃത്യമായ സമയമുണ്ട്, അതിന് കൃത്യമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും, അവരവിടെ എത്തിയിരിക്കും. ആ റിസൾട്ട് എത്തുന്നത് വരെയുള്ള സാധനം ഉണ്ടെങ്കിൽ പറഞ്ഞ അർത്ഥം മനസ്സിലായി. ഇപ്പോ കുതിരാൻ തുരങ്കത്തിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ദുബായിലാണെങ്കിൽ ഏതെങ്കിലും ഒരു ടണലിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ പുറത്തെത്തിയിട്ടല്ലേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ, വഴിക്കിളിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ പലപ്പോഴും നമുക്ക് ഈ ഇതുണ്ടാവുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വഴിതെറ്റി പോകും, നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. ഇത് അങ്ങനെയല്ല, ആ പ്രോസസ്സിലൂടെ പൊക്കോളും.
അതിന് സ്കെയിൽ അപ്പിന്റെ വരുന്ന ബ്ലൂ പ്രിന്റ് അതാണ് നമ്മൾ ജൂലൈ 6-നാണ് പ്രോഗ്രാം വരുന്നത്. അമൃതീൻ എനിക്ക് ഇവിടെ ഗൾഫില അല്ലെ. ജൂലൈ 6-ന് കൊച്ചിയിൽ വെച്ചിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ പേയ്മെന്റും കാര്യങ്ങളൊന്നും നമുക്ക് തീരുമാനമായിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, താല്പര്യമുള്ളവർ പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ, പൈസ ഒന്നും ഞാൻ പറയുന്നില്ല, ഓക്കെ, പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓഫറുകളുണ്ട്. അമൃതിനെത്താൻ പറ്റില്ല എനിക്കറിയാം അല്ലെ. ബാക്കിയുള്ള കുറെ പേരുണ്ടല്ലോ അവർക്ക് താല്പര്യമുള്ളവർ. ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ ആണ്. ഞാൻ സാധാരണ ബിസിനസ്സുകാരെ എന്നുള്ളതല്ല എനിക്ക് വിളിക്കാൻ താല്പര്യം. അത് വീഡിയോ ചെയ്യുകയാണെങ്കിൽ എന്ത് തന്നെയാണെങ്കിൽ ഞാൻ പറയും സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ബിസിനസ്സുകാരെ എന്നാണ് എനിക്ക് പറയാൻ കാരണം ബിസിനസ്സിനെ 2 തരത്തിൽ ചിന്തിക്കാം. ഒന്ന്, ഞാൻ അഭിരാഗ് വിളിച്ചപ്പോൾ അഭിരാഗിനോട് പറഞ്ഞു, ഒരു പണിയും കിട്ടാത്തവനൊരു കടട്ട് കൊടുക്കാന്നുള്ള നമ്മുടെ നാട്ടിൽ നടക്കും. ഒരു പണിയും കിട്ടാത്തവനൊരു കടട്ട് കൊടുക്കാന്ന്. അഭിരാഗിന് അത് കിട്ടിയിട്ട് 8-ന്റെ പണി കിട്ടിയിട്ട് നിൽക്കുക, അത് നല്ലത് ചെയ്തതാ. പക്ഷെ ഞാൻ പറയുന്നത് കടയിടുള്ള ബിസിനസ് അതാ ഇമ്പോർട്ടന്റ്. കടയിട്ട് ജയിക്കാത്തവനെ ജോലിക്ക് വിടുക എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ബിസിനസ് തുടങ്ങിയിട്ട് കാര്യമില്ല. ബിസിനസ്സിന് ഒരു കാരണം വേണം, ഒരു പർപ്പസ് വേണം. ആ പർപ്പസിന്റെ ഉള്ളിൽ വേണം നിങ്ങൾ കളിക്കാൻ. വരുമാനം നിങ്ങളുടെ ബൈ പ്രൊഡക്റ്റ്. മണി ഈസ് ഓൾവേസ് ബൈ പ്രൊഡക്റ്റ് കേട്ടോ. മണി എപ്പോഴും ബൈ പ്രൊഡക്റ്റ് ആണ്, മെയിൻ പ്രൊഡക്റ്റ് അല്ല. നിങ്ങൾ കൊടുക്കുന്ന സർവീസിന് അവർ അച്ചീവ് ചെയ്യുന്ന സാറ്റിസ്ഫാക്ഷന് നിങ്ങൾക്ക് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് മണി. യെസ്, പറഞ്ഞു 10 മണി കഴിഞ്ഞ് 10:10 പറഞ്ഞോ. ഞാൻ തൽക്കാലം നിർത്തി. നാളത്തേക്ക് നമുക്ക് ഫോളോ അപ്പോ കാര്യങ്ങളോ സംസാരിക്കാം. ചോദിച്ചോ, ചോദ്യങ്ങൾ വരട്ടെ. സാർ ഒരു കാര്യം ചെയ്യട്ടെ. ക്യാമറ ഓണാക്കിയിട്ടില്ല, ചാർജ് കുറവാണ്. നോ പ്രോബ്ലം പറഞ്ഞോ. സാർ ഇന്നലെ ഞാൻ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ ഫാനുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കലായിട്ട് ചെയ്താൽ മതി പറഞ്ഞു. ഞാനിപ്പോ നാട്ടിലാണ് ചെയ്യുന്നത്, സ്വന്തം നാട്ടിലാണ്. അപ്പൊ നമ്മളിപ്പോ നാട്ടിലാവുമ്പോ പിന്നെ നാട്ടിലെ ഓരോ വിഷയങ്ങളിലും പൊതുപ്രവർത്തനങ്ങളും കല്യാണത്തിലൊക്കെ ഇടപെട്ട് ഒരുപാട് സമയം അങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടുന്ന് മാറ്റി നേരെ കോഴിക്കോട് അല്ലെങ്കിൽ എറണാകുളം ഭാഗത്തൊക്കെ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നന്നാവില്ല? നന്നായിട്ടുണ്ട്. നന്നായ ചരിത്രം കേട്ടിട്ടുണ്ട്. അതിന് ഉദാഹരണം ശ്രീജിത്ത് കേസിയാണ്. നാട്ടിലാവണ സമയത്തും എനിക്ക് ഈ നാട്ടിലിരുന്നിട്ട് ഈ പണി ചെയ്യട്ടോ. നാട്ടിലിരുന്നിട്ട് എനിക്ക് ഈ പണി ചെയ്യാം. നാട്ടിലിരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം അവിടുത്തെ കല്ലെങ്കിൽ ഒരു ലുങ്കി എടുത്തിട്ട് പോയിട്ടിരിക്കും. 2 നാട്ടുകാരെ മൊത്തത്തിരുന്ന് കുറ്റം പറയും. ഓക്കെ, ബാവ കണക്ട് ചെയ്യാം കേട്ടോ. ബാവയുടെ കണ്ടു, മെസ്സേജ് കണ്ടു. അപ്പോ കല്ലെങ്കിൽ ഇരുന്നിട്ട് അവിടുത്തെ നാട്ടുകാരോട് കുറ്റം പറഞ്ഞിട്ടിരിക്കും. ഇതേ സംഭവം കൊച്ചിയിൽ 10-14 വർഷം ഞാൻ ഉണ്ടായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കൊച്ചിയിലും ഇത് തന്നെ. രാത്രി 11 മണി വരെയൊക്കെ ഓഫീസിൽ പൊരിഞ്ഞ ചർച്ച എന്ന് പറഞ്ഞ ബിസിനസിനെ കുറിച്ചല്ല, പല പ്രശ്നങ്ങൾ, മറ്റുള്ളവരെ കുറ്റം പറയാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്കതിന് സമയം കളയാൻ എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് മാറിയത്. എന്റെ മെയിൻ കസ്റ്റമേഴ്സ് എല്ലാം 90% കസ്റ്റമേഴ്സ് ഇപ്പോഴും കേരളത്തിലാണ്. കാരണം മലയാളികളായിട്ടുള്ള ബിസിനസ്സുകാരാണ് എൻ്റെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ്. അവരവിടെ തന്നെ. ഞാൻ ആ സമയമായ പോവും. എനിക്ക് അടുത്ത ആഴ്ച ട്രെയിനിങ്സ് വരുന്നുണ്ട്, ഞാൻ പോവും. 1-2 കൺസൾട്ടേഷൻസ് ഉണ്ട്, ഞാൻ പോവും. ഒരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും പറയാ, കോഴിക്കോടോ കൊച്ചിയിലോ ബാംഗ്ലൂരോ എവിടെയാണോ നിങ്ങൾക്ക് നല്ല മാർക്കറ്റ് തോന്നുന്നത് അവിടെ പോയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നല്ല ശനി ഞായറൊക്കെ വീട്ടിൽ പോവുക. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അവൈലബിലിറ്റി കുറയും വീട്ടുകാർക്കും നാട്ടുകാർക്കും. ഇഫ് യു റെഡ്യൂസ് യുവർ അവൈലബിലിറ്റി, യുവർ വാല്യൂ വിൽ ബി ഇൻക്രീസ്ഡ്. ഓക്കെ, ഇഫ് യുവർ വാല്യൂ ഇസ് ഇൻക്രീസ്ഡ്, യുവർ പ്രൈസ് ഓൾസോ വിൽ ബി ഇൻക്രീസ്ഡ്. നിങ്ങളുടെ റേറ്റ് നിങ്ങൾക്ക് കൂട്ടാം. പണ്ട് കൊച്ചിയിലുണ്ടായിരുന്ന റേറ്റ് അല്ല എനിക്ക്. ഞാൻ എൻ്റെ ബിസിനസ് ബഡിയുടെ ആദ്യത്തെ റേറ്റ് എന്ന് പറയുന്നത് 7500 രൂപയായിരുന്നു. ഫസ്റ്റ് എൻ്റെ അക്കൗണ്ടബിലിറ്റി പാർട്ണർ എന്ന് പറയുന്നത്. ഇന്നത് 1 ലക്ഷം രൂപയാണ്. ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല കേട്ടോ, 3 കൊല്ലം ആവുന്നേ ഉള്ളൂ ആ പ്രോഗ്രാം തുടങ്ങിയിട്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സാർ. രാവിലത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാൻ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഒരാളെ കണക്ട് ചെയ്ത് തരാം, അവർ പറഞ്ഞുതരില്ല. ഓക്കെ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. എനിബഡി? ആയിഷ, സംശയങ്ങളൊക്കെ തീർന്നായിരുന്നോ? ഓ, കഴിഞ്ഞ. വെരി ഗുഡ്, നല്ല കാര്യം. വേറെ ആർക്കെങ്കിലും സംശയങ്ങള്? നമ്മള് പ്രൈസ് പറയുമ്പോഴേ
പാർട്ണറോട് ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞില്ലേ? പക്ഷെ നമ്മളെ ഈ പ്രൊഡക്റ്റിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു ഡിസ്കഷന്റെ ആവശ്യം വരുമല്ലോ. അപ്പൊ ഞാനൊരു കൊട്ടേഷൻ കൊടുത്ത് എന്തായാലും 3 ലക്ഷം 4 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം മിനിമം വരും. ചിലപ്പോൾ ആ ബിസിനസ് വരില്ല 6 മാസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് ക്ലോസ് ചെയ്യണമെങ്കിൽ. അർജൻസി ഇല്ലാത്തോണ്ടാ ഉം. അവരെ ഒബ്ജക്ഷൻ അർജൻസി ഇല്ലാത്ത, ആ ഒബ്ജക്ഷൻ അർജൻസി ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിച്ചാൽ മതി. അതിന് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു മാസം 30-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ എനിക്ക് 15% ഓഫർ തരാൻ പറ്റും ഈ റേറ്റ്. കാരണം എന്റെ കോസ്റ്റ് എനിക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് സ്റ്റോക്ക് അവൈലബിലിറ്റി ഉണ്ട്. എന്നാൽ അടുത്ത മാസം അതിന്റെ പിറ്റത്തെ മാസം ആണെങ്കിൽ എനിക്ക് 10% അല്ലെങ്കിൽ 5% തരാൻ പറ്റും. അല്ല അതൊക്കെ പറയില്ല. ഞാൻ പറയും ഇപ്പൊ പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയിട്ട് ഇപ്പൊ തരാം, ഈ മാസമാണെങ്കിൽ അടുത്ത മാസം ട്രാൻസ്പോർട്ടേഷൻ എക്സ്ട്രാ വരും എന്നൊക്കെ പറയും. അത് അർജൻസി കുറച്ചുകൂടി കട്ടിക്ക് ക്രിയേറ്റ് ചെയ്താൽ മതി. ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ പറയണേക്കാട്ടും നല്ല അവന് പ്രൈസാണ് ഇഷ്ടം. ട്രാൻസ്പോർട്ടേഷൻ എക്സ്ട്രാ ആണേ. അപ്പൊ 10,25,000 അല്ലെങ്കിൽ 30,000 അവൻ അത് ചിന്തിക്കൂല. അവൻ 25,000 ഓഫർ തരാന്ന് പറഞ്ഞോക്ക്, അവന്റെ പിന്നാലെ പോകും. പൈസയാണ് പ്രധാനം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒന്നും ചിന്തിക്കില്ല. യെസ്, എനി ഡൗട്ട്? യാസർ ഭായ്, കടത്തിന്റെ പ്രശ്നം തീർന്നായിരുന്നോ? ഇനിയുണ്ടോ? എന്റെ പ്രശ്നം എന്താ വെച്ചാൽ നിലവില് ഞാൻ കൗണ്ടറിലാണ് സെയിൽ നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ നമുക്ക് വരുന്നത് റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ്. ഒരു ആള് തന്നെ ആവർത്തിച്ച് വരുന്ന ആളുകളാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 വട്ടം 3 വട്ടം വഹിക്കുമ്പോൾ ഒരു വട്ടം കടം പറയും. അങ്ങനെ വലിയ എമൗണ്ടുകൾ നമ്മളുടെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. പക്ഷെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും പലവർ അത് ഈ റൂട്ട് സെയിലും കിട്ടുന്ന ഫീഡ്ബാക്ക് എന്തെന്നാൽ ആളുകൾക്ക് കടം വാങ്ങാൻ വലിയ ഇൻട്രസ്റ്റ് ആണ്, പിന്നീട് തിരിച്ച് കിട്ടുന്ന കാര്യത്തിലാണ് ഭയങ്കര. ഞാനൊരു കാര്യം ചോട്ടെ, ഇപ്പൊ താങ്കൾ റൂട്ട് വണ്ടിയിൽ പോവാമെന്നുള്ള തീരുമാനം പുതുതായിട്ട് ബിസിനസ്? അതെ. എന്തുകൊണ്ടാണ് അത് പോവാൻ തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ് അങ്ങനെ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചത്? അതിന് നിലയിൽ ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ നല്ല സാധ്യത കാണുന്നുണ്ട്. പറയാൻ കാരണം നമ്മളെക്കാളും ക്വാളിറ്റി കുറച്ചും റേറ്റ് കൂട്ടിയും അതുപോലെ തന്നെ നമ്മളുടെ അത്തരം ഐറ്റംസ് ഇല്ലാത്തതുമായ ആളുകൾ റൂട്ടിലുണ്ട്. അപ്പൊ നമ്മളുടെ സാന്നിധ്യം എന്നുള്ളത് ആളുകൾക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും എനിക്ക് മനസ്സിലായി. അതായത് നിങ്ങളുടെ ക്വാളിറ്റി കൂടുതലാണ്, നിങ്ങളുടെ കമ്പാരിറ്റീവ്ലി അവരുടെ പ്രൈസിനേക്കാൾ നിങ്ങളുടെ പ്രൈസ് കുറവാണ്. അതെ, പിന്നെ അതുപോലെ തന്നെ വൈഡ് ആയിട്ട് റേഞ്ച് ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ടാവും. ശരി, അപ്പൊ നിങ്ങളെ സംബന്ധിച്ചുള്ള വൈഡ് റേഞ്ച് നിങ്ങളുടെ അടുത്തുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് ഡിമാൻഡ് വെക്കാൻ എന്താ ബുദ്ധിമുട്ട്? അപ്പൊ നമ്മള് സാർ പറയുന്നത് അപ്പൊ നമ്മളൊരു ക്രെഡിറ്റിന്റെ കാര്യത്തിൽ ഒരു കണിശത പുലർത്തണം എന്നാണ് പറയുന്നത് അല്ലേ? ഉറപ്പായിട്ടും നഷ്ടങ്ങൾ ഒഴിവാക്കാം, പൈസ ചോദിക്കാൻ വേണ്ടി പോയിട്ടുള്ള നഷ്ടങ്ങൾ. പിന്നെ വേറെ കാര്യമുണ്ട്, പണം എന്ന് പറയുന്നത് ചോദിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇനി കടയിൽ നിന്ന് വരുന്നതിന്റെ കടം, മറ്റേ ഇന്ന് റൊക്കം നാളെ കടമില്ല ഇങ്ങനത്തെ ബോർഡുകൾ വെക്കുന്നത് നന്നായിരിക്കും. ഒരു 80% പ്രശ്നങ്ങൾ അവിടെ തീരും. പിന്നെ കടം കൊടുക്കില്ലെന്ന് തീരുമാനിക്കാം. ഞാൻ ആര് എന്ത് ബന്ധുക്കാരാണെങ്കിലും വേണ്ടില്ല, കടം കൊടുക്കില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവന് കസ്റ്റമർ തെറ്റിപ്പോവാണെങ്കിലും നിങ്ങൾക്ക് നല്ല കസ്റ്റമേഴ്സിനെ കിട്ടും, നല്ല ക്വാളിറ്റി ഉള്ള കസ്റ്റമേഴ്സിനെ കിടപ്പുണ്ടാവും. ഇതൊക്കെ നമ്മുടെ തീരുമാനാട്ടോ, നമ്മൾ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ. യെസ്, കഴിഞ്ഞു. അല്ല, വേറെ ആൾക്കാരെല്ലാം ഉണ്ടോ ചോദിച്ചതാ? ഇല്ലല്ലോ, ഒന്നുമില്ലല്ലോ. ഒന്ന് നാളെ കാണാം. ഓക്കെ, ശരി. അപ്പൊ എന്നാ ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.